നിഗമനങ്ങളെ ഏറ്റുപറഞ്ഞു പ്രാർത്ഥിക്കാം. കൽവരി ക്രൂശിൽ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനുമാണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ എനിക്ക് ദിവ്യാരോഗ്യമുണ്ട്. ദീർഘായുസ്സോടെ ഇരുന്ന് ഞാൻ കർത്താവിൻ്റെ പ്രവൃത്തികളെ വർണ്ണിക്കും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തത്തില്ല. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ രോഗത്തിനോ രോഗശക്തിക്കോ ദുരാത്മാക്കൾക്കോ എൻ്റെ മേലോ എൻ്റെ കുടുംബത്തിൻ്റെ മേലോ എൻ്റെ ശരീരത്തിൻ്റെ മേലോ ഒരവകാശവുമില്ല. ഞാൻ ദാരിദ്ര്യം അനുഭവിക്കത്തില്ല, ഞാൻ സമൃദ്ധി അനുഭവിക്കുക തന്നെ ചെയ്യും. കർത്താവ് എൻ്റെ ദാരിദ്ര്യം ക്രൂശിൽ മാറ്റിയതാണ്. ഞാൻ ബഹുസമ്പന്നനാണ്. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടി മെതിക്കുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ജാതികളുടെ നടുവിൽ എൻ്റെ സന്തതികളെയും വംശങ്ങളുടെ മധ്യ എൻ്റെ പ്രജയമറിയും. എൻ്റെ തലമുറകളെ കാണുന്നവരൊക്കെയും യഹോവ അനുഗ്രഹിക്കപ്പെട്ട തലമുറയെന്ന് പറയും. ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കും. ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും ഇന്ന് മരിച്ചവരെ ഉയർപ്പിക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. കർത്താവിൻ്റെ വലിയ അഭിഷേകത്തിനായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥനയോടെ തന്നെ പോകാം. രോഗത്തോട് പറയണം, യേശു ക്രിസ്തു എൻ്റെ രോഗം വഹിച്ചതാണ്. ഇങ്ങനെ തന്നെ പറയണം, യേശു എൻ്റെ വേദന അനുഭവിച്ചതാണ്. ഞാൻ അനുഭവിക്കേണ്ട കാര്യമില്ല, ഞാൻ ഏറ്റെടുക്കേണ്ട കാര്യമില്ല. യേശു എനിക്ക് വേണ്ടി അനുഭവിച്ചു. ഇത് തന്നെ നിങ്ങൾ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കണം. വേദനയിലിരിക്കുന്നവർ പറയണം, എന്തായാലും നമ്മൾ പെയിൻ കില്ലർ കഴിക്കുക. ആ കൂട്ടത്തിൽ യേശുവിൻ്റെ നാമത്തിൽ പറയും, എൻ്റെ വേദന യേശു വഹിച്ചതാണ്. ഞാൻ ഉറപ്പായിട്ടും പറയുന്നു, എനിക്കറിയാം നിങ്ങൾ വേദനയിലിരിക്കുന്ന ആൾക്കാർക്കോട് ചിലപ്പം അത് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പാണ്, യേശു നിങ്ങളുടെ വേദന വഹിച്ചതാണ്. യേശു നിങ്ങളുടെ രോഗത്തെ വഹിച്ചതാണ്. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് നടക്കാൻ പോകുന്ന ഫെബ്രുവരി നടക്കാൻ പോകുന്ന എറണാകുളത്തെ പ്രാർത്ഥന, ബാക്കി കൊല്ലം കോട്ടയൊക്കെ വരുന്നുണ്ട്. ആദ്യം എറണാകുളം ആയതുകൊണ്ടാണ് ഞാൻ എപ്പോഴും എടുത്തു പറയുന്നത്. എത്ര ദിവസം കൂടെ നമുക്കിനിയുണ്ട് നമ്മുടെ പ്രാർത്ഥന ആരംഭിക്കാൻ? 14 ദിവസം കൂടെ നമ്മൾ നേരിട്ട് കാണുവാനുള്ള അവസരത്തിന് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന അവസരത്തിന് 14 ദിവസം കൂടെ ഇനി സമയം. അപ്പോൾ നിങ്ങൾ എത്ര പേര്, എനിക്ക് തോന്നുന്നത് വരുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, കർത്താവ് നമുക്ക് മുമ്പേ അവിടെ വരും. വലിയ, ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഈ കാണുന്ന പോലെ പ്രൊഫറ്റിക്കൽ ആൻഡ് ഹീലിംഗ് മെറ്റ് അവിടെ ഉണ്ടായിരിക്കും. വലിയ ദൈവപ്രവൃത്തി അവിടെ കർത്താവ് ചെയ്യും. വലിയ കാര്യങ്ങൾ കാണാനും കേൾക്കാനും കർത്താവ് സഹായിക്കും. വലിയ ദൈവപ്രവർത്തിക്കായിട്ട് കർത്താവ് നമ്മളെ ഒരുക്കും. അപ്പോൾ മറന്നുപോകല്, നമ്മുടെ പ്രാർത്ഥന ആരംഭിക്കുന്ന സമയങ്ങൾ അറിയാമല്ലോ. അപ്പോൾ ഓരോ ദിവസവും കർത്താവ് അവിടെ വലിയ കാര്യങ്ങളെ ചെയ്യും. ഇത് ഈ നിമിഷങ്ങളിൽ കർത്താവിൻ്റെ വേലയിൽ വിതച്ചവരുണ്ട്, മിനിസ്ട്രിക്കായിട്ട് പ്രാർത്ഥിക്കുന്നവരുണ്ട്. എല്ലാവരെയും ഓർത്ത് നന്ദി പറയുന്നു. കർത്താവ് അതിൻ്റെ ഒക്കെ മേൽ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തിയെ കാണാൻ ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കും. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് 18-ാം തീയതി എറണാകുളത്ത്, 24-ാം തീയതി കോട്ടയത്ത്, 20-ാം തീയതി കൊല്ലത്ത്. അപ്പോൾ അഡ്രസ്സുകളൊക്കെ ഞാൻ യൂട്യൂബിൽ കാണുന്നവർക്ക് വേണ്ടിയാണ് എപ്പോഴും എടുത്തു പറയുന്നത്. കാര്യം പുതുതായിട്ട് ഒത്തിരി പേര് കാണുന്നവരുള്ളപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് കാണാനും നേരിട്ട് നിങ്ങൾക്ക് ദൈവിക ആലോചനകളെ കേൾക്കുവാനും ദൈവപ്രവൃത്തി അനുഭവിക്കുവാനും ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അതിനുള്ള അവസരമാണ്. കർത്താവിൻ്റെ കൃപയല്ലത് മിസ്സാക്കല്ല്. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നലെ കേട്ട വചന ചിന്ത നമ്മൾ എന്തിനെ പറ്റി ഉള്ളതാണെന്ന് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? വചന ചിന്ത ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത്. ഭൂമിയിലുള്ള സർവ്വജാതി നമ്മൾ പറഞ്ഞു യഹോവയിലെ വാക്ക് ശ്രദ്ധയോടെ കേൾക്കുക. അപ്പം ഞാൻ ഇന്നലെ പറഞ്ഞൊരു വാക്കാണ്, എന്താണ് ഈ ശ്രദ്ധിക്കുക എന്നുള്ളതിൻ്റെ വാക്ക് ഞാൻ ഇന്നലെ പറഞ്ഞൊരു നാർമൽ ഓർമ്മയുണ്ടോ? ശ്രദ്ധിക്കുക എന്നുള്ളത്, ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞു അല്ലെ? ശ്രദ്ധിക്കുക, അത് തന്നെ ഞാൻ പറഞ്ഞതുപോലെ ഫോക്കസ് ചെയ്യുക. മറ്റുള്ളവരുടെ വാക്കുകളെ റിജക്റ്റ് ചെയ്യുക, നെഗ്ലക്റ്റ് ചെയ്യുക, അതിനെ നിങ്ങൾ മറന്നു കളയുക. ദൈവം പറഞ്ഞതിനെ മാത്രം ശ്രദ്ധിക്കുക. ഈ ദിവസങ്ങളിൽ മെഡിക്കൽ റിപ്പോർട്ട് എന്തും പറഞ്ഞോട്ടെ, നിങ്ങളുടെ ബാങ്ക് എന്തും പറഞ്ഞോട്ടെ, നിങ്ങളുടെ ജീവിതം തലമുറയെപ്പറ്റി ലോകം എന്തും പറഞ്ഞോട്ടെ, പക്ഷെ അത് പിടിച്ചാൽ നിങ്ങളുടെ ശ്രദ്ധ മാറും. ദൈവത്തിൻ്റെ വാക്ക് കേട്ട്
അനുസരിക്കുക എന്ന് പറഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യുക, സ്വീകരിക്കുക, നിലനിൽക്കുക, അതിനെ മുറുക്ക പിടിക്കുക എന്നൊക്കെ അതിൻ്റെ അർത്ഥം. അങ്ങനെ മുറുക്ക പിടിച്ചാൽ ദൈവം നിങ്ങളെ ജാതികൾക്ക് മുമ്പിൽ ഉന്നതനാക്കും. ഒന്നുകൂടെ ഞാൻ പറയാം, നിങ്ങളൊന്നും ചെയ്യണ്ട, നിങ്ങളെ ദൈവം എന്ത് ചെയ്തോളും. അപ്പോൾ ദൈവം പ്രവർത്തിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? യഹോവയുടെ വാക്കിനെ അനുസരിക്കണം. അനുസരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മളൊരു വ്യക്തിക്ക് ചെവി കൊടുക്കുക. ഞാൻ നമ്മൾ പറഞ്ഞില്ല, ഇപ്പം 9 മണിക്ക് നമ്മുടെ അന്യഭാഷാ പ്രാർത്ഥന ആരംഭിക്കുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നത് ഒത്തിരി ആളുകൾ, 100ഓളം അടുത്ത ആൾക്കാർ 9 മണിക്ക് തന്നെ ഞാൻ ഓണാക്കിയപ്പോൾ തന്നെ അന്യഭാഷാ പ്രാർത്ഥനയ്ക്ക് റെഡിയായിരുന്നു. അതിൻ്റെ അർത്ഥം 9 മണി എന്നൊരു സമയം ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ എന്നെ അനുസരിച്ചു. ഒന്നുകൂടെ നല്ലൊരു വാക്കെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതിനെ അംഗീകരിച്ചു. വേണമെങ്കിൽ ചിന്തിക്കാൻ മേലെ, ബ്രദർ 9 എന്ന് പറഞ്ഞാൽ 10 മണി ആയാലും വരുന്ന ആളല്ല. അതിൻ്റെ അർത്ഥം നിങ്ങൾ ആ വാക്കിനെ എന്ത് ചെയ്യുകയാണ്? റിജക്റ്റ് ചെയ്യുകയാണ്, നെഗ്ലക്റ്റ് ചെയ്യുകയാണ്, ഡിനേ ചെയ്യുകയാണ്, അതിനെ എന്ത് ചെയ്യുകയാണ്? അനുസരിക്കാതിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളത് അനുസരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആ വാക്കിനെ സ്വീകരിക്കുക, ആ വാക്കിനെ അംഗീകരിക്കുക. അപ്പോൾ ദൈവത്തിൻ്റെ വാക്കിനെ ഞാൻ അംഗീകരിച്ചാൽ മെഡിക്കൽ റിപ്പോർട്ടിനെ ഞാൻ എന്ത് ചെയ്യേണ്ടി വരും? ഞാൻ അതിനെ നിരസിക്കേണ്ടി വരും. അതാണ് ഇന്നലെ കേട്ട വചനം. മറന്നുപോകല്. ഈ ദിവസങ്ങളിൽ ദൈവം എന്തു പറയുന്നു. അപ്പോൾ നമ്മളെപ്പോഴും ജീവിക്കുന്ന ഒരു കോൺഫ്ലിക്റ്റ് ആയിട്ടുള്ള ഒരു ലോകത്തിലാണ്. പലപ്പോഴും നമ്മുടെ ഉള്ളിൽ ഒരു വലിയൊരു മല്ലയുദ്ധം നടക്കുന്നുണ്ട്. ഈ യുദ്ധത്തെ നമ്മൾ ഓവർകം ചെയ്യാൻ വേണ്ടി ഒറ്റ വാക്ക്, ദൈവവുമായിട്ടുള്ള ബന്ധം. ആ ബന്ധം എങ്ങനെയാണ് വർദ്ധിപ്പിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളെപ്പോഴും പാട്ടുപാടുന്നത് പോലെ വചനം പറഞ്ഞുകൊണ്ടിരിക്കുക. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ വചനം പറയുക. അത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്ന പറയുക? നിങ്ങൾക്കുള്ളിൽ ബന്ധം വർദ്ധിക്കും. ദൈവവുമായിട്ടുള്ള ബന്ധം വർദ്ധിക്കാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളെപ്പോഴും വചനം പറഞ്ഞുകൊണ്ടിരിക്കുക. കറി കരിയുമ്പം ഇവരുടെയും കുറ്റം പറയാതെ വെറുതെ വചനം പറയുക. പലരും വചനം കേൾക്കാറുണ്ട്. ശ്രദ്ധിക്കാൻ അത് ശരി, നല്ലതാണ്. വചനം കേൾക്കുന്ന നല്ലതാണ്. പക്ഷെ വചനം കേട്ടതുകൊണ്ട് അത് പ്രയോജനപ്പെടണമെങ്കിൽ നിങ്ങൾ ആ വചനം പറയണം. അത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളും വചനവും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടാവും. ആ കണക്ഷൻ നമ്മളിലൊരു സ്പാർക്കിനെ സൃഷ്ടിക്കും. ഈ സ്പാർക്കാണ് മിറക്കിൾ. നിങ്ങൾ പറയുന്ന വചനവും നിങ്ങളുടെ അകത്തിരിക്കുന്ന ആത്മാവും തമ്മിലൊരു സ്പാർക്ക് ഉണ്ടാകുമ്പോഴാണ് മിറക്കിൾസ് ഉണ്ടാകുന്നത്, അത്ഭുതങ്ങൾ ഉണ്ടാകുന്നത്. ഈ സ്പാർക്കാണ്. ഇത് എപ്പോൾ സംഭവിക്കുമെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറഞ്ഞത്, നിങ്ങളിത് പറഞ്ഞുകൊണ്ടേ ഇരിക്കണം. ഏത് സമയത്തും സംഭവിക്കാം, ഏത് സമയത്തും സംഭവിക്കാം. ആമേൻ. അപ്പോൾ കർത്താവ് നമുക്ക് ദൈവം കൃപ തരുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് ദൈവവചനത്തെ കേട്ട് ദൈവത്തിൽ ബലപ്പെടാം. നമുക്ക് ഇന്നത്തെ അനുഗ്രഹത്തിനായിട്ട് ഞാനൊരു വാക്യത്തെ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ്. നമ്മൾ തുടർച്ചയായിട്ട് കൊലോസ്യർക്ക് എഴുതിയ ലേഖനമായിരുന്നു കേട്ട് വന്നത്. കൊലോസ്യ ലേഖനം അവസാനിച്ചു. നമ്മൾ അടുത്ത ലേഖനത്തിലേക്ക് ഇന്ന് പോകുവാണ്. കൊലോസ്യ ലേഖനം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നമ്മൾ 1, 2 നമ്മൾ തുടങ്ങിയത് എനിക്കൊന്ന് അപ്പോസ്തല പ്രവൃത്തി എന്നാണ്. അപ്പോസ്തല പ്രവൃത്തി മത്തായിൽ ആരംഭിച്ച യാത്രയാണ്. ഇന്ന് നിങ്ങൾ എത്ര പേര് നമ്മൾ ആ യാത്ര തുടങ്ങിയിട്ട് മത്തായിൽ തുടങ്ങിയ യാത്രയാണ്. ഇന്ന് തെസ്സലോനിക്ക ലേഖനം വരെ എത്ര പുസ്തകങ്ങൾ നമ്മളിപ്പോൾ കവർ ചെയ്തു. മത്തായി, മാർക്കോസ്, ലൂക്കോസ്, അപ്പോസ്തല പ്രവൃത്തി, ഗലാത്തി ലേഖനം, കൊരിന്ത്യ ലേഖനം, 1 കൊരിന്ത്യർ, 2 കൊരിന്ത്യർ, എഫേസ്യ ലേഖനം, അങ്ങനെ കൊലോസി ലേഖനം, ഇത്രയും ലേഖനങ്ങൾ മറികടന്ന് നമ്മളിപ്പോൾ തെസ്സലോനിക്കയ്ക്ക് എഴുതിയ ലേഖനത്തിലേക്ക് വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഇത് വലിയൊരു യാത്ര തന്നെയായിരുന്നു. കർത്താവ് നമ്മളെ ഇത്രത്തോളം ദൈവം നടത്തി. അപ്പോൾ ഇന്നത്തെ അനുഗ്രഹത്തിനായിട്ട് ഞാനൊരു വാക്യം വായിക്കുവാണ്. തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും കൂടെ ആയിരുന്നു നിങ്ങളുടെ അടുക്കൽ വന്നത്. നിങ്ങളുടെ നിമിത്തം ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ എങ്ങനെ പെരുമാറിയിരിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നല്ലോ. ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ട് ഞങ്ങൾക്ക് കർത്താവിനും അനുകാരിയായി തീർന്നു. അപ്പം ഞാൻ തെസ്സലോനിക്ക സഭയുടെ ചരിത്രം നമ്മൾ ഇന്നാൾ ധ്യാനിച്ച സമയത്ത് പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് ഈ കേൾക്കുന്ന വചനം പരിശുദ്ധ ആത്മാവിൻ്റെ സന്തോഷത്തോടെ കൈക്കൊള്ളുന്നവർ. ആ വാക്ക് നോക്കിക്കേ. അപ്പോൾ ബഹു കഷ്ടം എന്നൊരു വാക്ക് നിങ്ങൾ കണ്ടോ? 6-ാമത്തെ വാക്യത്തിൽ എന്താണ് ഈ ബഹു കഷ്ടം എന്ന് പറഞ്ഞാൽ? മഹാകഷ്ടം. എന്താ അവിടെ ഒരു മഹാകഷ്ടമെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇതിൻ്റെ ഉത്തരം കാണണമെങ്കിൽ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 17-ാം അധ്യായം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അവിടെ അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ പറയുന്ന അഫിപ്പോലിസിൻ്റെയും അപ്പോലോ, എനിക്ക് വാക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, അപ്പൊലോനിയയിൽ കൂടി കടന്ന് തെസ്സലോനിക്കയിലെത്തി. അപ്പോൾ തെസ്സലോനിക്ക സഭയുടെ ചരിത്രം പൗലോസ്ലീഹ പറയുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ വചനം കേൾക്കുമ്പോൾ നമ്മളൊരു വലിയൊരു വെല്ലുവിളി നമുക്ക് ചുറ്റുമുണ്ട്.
ഇപ്പോൾ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ, ബ്രദറെ ഞാൻ എൻ്റെ വീട്ടിൽ ഒറ്റയ്ക്കാണ് ബ്രദറെ പ്രാർത്ഥിക്കുന്നത്, ആരും എൻ്റെ കൂടെയില്ല, മക്കളില്ല, സഹോദരങ്ങളില്ല, ഭർത്താവ് പോലും കൂടെ വന്ന് പ്രാർത്ഥിക്കാറില്ല, എപ്പോഴും ചിലപ്പോൾ ചിലർ പറയാറുണ്ട് ബ്രദറെ വലിയ പരിഹാസവും നിന്നയൊക്കെ ഞാൻ വചന നിമിത്തമൊക്കെ അനുഭവിക്കാറുണ്ട്, ഒത്തിരി കാര്യങ്ങൾ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കാൻ ഒറ്റയ്ക്കാണ് ബ്രദറെ പലപ്പോഴും എന്ന് പലരും പറയാറുണ്ട്. അപ്പം ഈ ഒറ്റയ്ക്കായിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങൾക്ക് എങ്ങനെ കർത്താവിൽ വളരുവാൻ കഴിയും, നിങ്ങൾക്ക് ഏത് അവസ്ഥയിലും ജയാളിയായി ജീവിക്കുവാൻ കഴിയുമെന്നുള്ളതാണ് ഈ തെസ്സലോനിക്ക ലേഖനത്തിലൂടെ നമ്മൾ കേൾക്കാൻ വേണ്ടി പോകുന്നത്. അതെങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കിക്കോണം. അപ്പോൾ ഇവിടെ ഈ വചനം പറയുകയാണ്, അവർ തെസ്സലോനിക്കയിലെത്തി. അപ്പോൾ പൗലോസ് ലീഗ തെസ്സലോനിക്കയിലെത്തി. അപ്പോൾ നിങ്ങൾ ഓർത്തോണം, അപ്പോസ്തലനായ പൗലോസ് ലീഗ ലോകം മൊത്തവും സുവിശേഷവുമായിട്ട് നടക്കുന്ന വഴിയിൽ തെസ്സലോനിക്കയിലെത്തി. അവിടെ യഹൂദന്മാർക്കൊരു പള്ളി ഉണ്ടായിരുന്നു. പൗലോസ് പതിവ് പോലെ അവിടെ ചെന്ന് 3 ശബത്ത്, അതായത് 3 ശബത്ത് എന്ന് പറഞ്ഞാൽ 3 ആഴ്ച, അങ്ങനെ വേണേൽ പറയാം, 3 ശബത്ത് തിരുവെഴുത്തുകളെ ആധാരമാക്കി അവരോട് സുവിശേഷം പറഞ്ഞു. ക്രിസ്തു അനുഭവിക്കുകയും മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടത് എന്ന് നിങ്ങളോട് അറിയിക്കുമെന്ന് യേശു ക്രിസ്തുവിനെ തെളിയിച്ചു വിവരിച്ചു കൊണ്ടിരുന്നു. അവരിൽ ചിലർ ഭക്തിയുള്ള യവനന്മാർ, അത് യഹൂദന്മാരല്ല, യഹൂദൻ അതായത് യവനൻ എന്ന് പറഞ്ഞാൽ ഗ്രീക്കുകാരൊക്കെയാണ്, പല യഹൂദനല്ലാത്ത ആൾക്കാരാണ്. യവനന്മാരുടെ വലിയൊരു കൂട്ടം മാന്യ സ്ത്രീകളിലും അനേകർ വിശ്വസിച്ചു. അപ്പോൾ എങ്ങനെയാണ് ഇവർ വിശ്വസിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷത്തിൽ അതിനെ സ്വീകരിച്ചു. അതാണ് പൗലോസ് തെസ്സലോനിക്ക ലേഖനത്തിൽ സഭാചരിത്രത്തിൽ, ഞാനിപ്പോൾ ചരിത്രത്തിൽ നിൽക്കുക, യഹൂദന്മാരോ അസൂയ പൂണ്ട് മിനക്കെട്ട് നടന്ന് ചില ദുഷ്ടന്മാരെ ചേർത്ത് പുരുഷാരത്തെ ഇളക്കി പട്ടണത്തിൽ കലഹമുണ്ടാക്കി യാസോന്റെ വീട് വളഞ്ഞു. അപ്പോൾ യാസോൻ എന്ന് പറഞ്ഞാൽ നല്ലൊരു ഭക്തിയുള്ള മനുഷ്യനാണ്. പൗലോസ് ലീഗ അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി താമസിച്ചുകൊണ്ടിരുന്നത്. അവരെ ജനസമൂഹത്തിൽ കൊണ്ടുവരുവാൻ ശ്രമിച്ചു. അവരെ കാണാഞ്ഞിട്ട് യാസോനെയും ചില സഹോദരന്മാരെയും നഗരാധിപതിയുടെ അടുക്കിലേക്ക് ഇഴച്ചു കൊണ്ടുവന്ന് ഭൂലോകത്തെ കലഹിപ്പിക്കുന്നവർ ഇവിടെയും എത്തി. യാസോൻ അവരെ കൈക്കൊണ്ടിരിക്കുന്നു. അവർ യേശു എന്ന മറ്റൊരു രാജാവിനെ പറഞ്ഞുകൊണ്ട് കൈസർക്ക് പ്രതികൂലമായി പ്രവർത്തിക്കുന്ന നിലവിളിച്ചു. അപ്പം ഇത് കേട്ടിട്ട് യാസോൻ മുതലായവരെ ജാമ്യത്തിൽ വിട്ടയച്ചു. സഹോദരന്മാരുടനെ രാത്രിയിൽ പൗലോസിനെയും ശീലാസിനെയും ബെരോവയ്ക്ക് പറഞ്ഞയച്ചു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഈ ചരിത്രം കേട്ടതാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഞാൻ ഈ ചില വാക്കുകളൊക്കെ പറയുമ്പോൾ ചില ആൾക്കാർ ഇങ്ങനെ ചിലരുടെ പേരൊക്കെ പറയുമ്പോൾ തിരുത്താറുണ്ട്. അപ്പോൾ എനിക്ക് ചില വാക്കുകൾ നമുക്ക് ഈ ഒന്നാമത് ഇവരുടെ പേരുകളൊക്കെ വലിയ കട്ടിയുള്ള വല്ലാത്ത പേരുകളൊക്കെ ഞാൻ നമ്മൾ പറഞ്ഞിട്ടില്ലേ, ദൈവാത്മാവ് ഇന്നാളൊരു ആഫ്രിക്കനായിട്ടുള്ള ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇടയായപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരുകളും അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേരുകളും മറ്റു കാര്യങ്ങളൊക്കെ ദൈവാത്മാവ് വെളിപ്പെടുത്തി. അപ്പോൾ എനിക്കത് പ്രൊനൗൺസ് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ഓരോ സ്പെല്ലിങ്ങുകൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ പേരാണത്, രണ്ടാമത് എൻ്റെ സഹോദരൻ്റെ പേരാണ്, മൂന്നാമത് എൻ്റെ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ്. അപ്പോൾ പല പേരുകളും ചിലപ്പോൾ നമുക്ക് പ്രൊനൗൺസ് ചെയ്യാൻ കഴിയത്തില്ലെങ്കിൽ പോലും എന്തെങ്കിലുമൊക്കെ വാക്കുകൾ ഞാൻ മാറിപ്പോയി കഴിഞ്ഞാൽ നിങ്ങളൊന്ന് തിരുത്തിയാൽ മതി, നിങ്ങളത് ശ്രദ്ധിച്ചാൽ മതി. നമുക്ക് ചിലപ്പോൾ വലിയ ബുദ്ധിമുട്ടാണ്, ചിലപ്പോൾ ചില ഇവരുടെ പേരുകളൊക്കെ ഭയങ്കര പാടാണ്, ബൈബിളിൽ ചില പേരുകൾ. പക്ഷേ എങ്കിലും കർത്താവ് നിങ്ങൾ വചനത്തെ മാത്രം ശ്രദ്ധിക്കുക, ചില ഒരു പേര് മാറിപ്പോയാലും വചനം നോക്കുക. ആമേൻ. ഇവിടെ നോക്കുക, യാസോൻ. അപ്പം നിങ്ങൾക്കറിയാം 3 ശബത്തെ പൗലോസ് അവിടെ ശുശ്രൂഷിക്കുവാൻ അവസരം കിട്ടും. 3 ശബത്ത് എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ ലേഖനങ്ങളൊന്നും അന്ന് വന്നിട്ടില്ല. പൗലോസ് ലീഗ യേശുക്രിസ്തുവിനെ പ്രസംഗിക്കുവാൻ ഇത്രയും ആൾക്കാർക്ക് വേണ്ടി തെസ്സലോനിക്ക സഭയ്ക്ക് വേണ്ടി പൗലോസ് ലീഹായ്ക്ക് ലഭിച്ച അവസരം 3 ആഴ്ചയാണ്. ഞാൻ അങ്ങനെ അങ്ങ് പറയുക കേട്ടോ. 3 ശബത്തിൽ പൗലോസ് ലീഗ പഠിപ്പിച്ചു. പരിമിതിയുണ്ട്. ഈ 3 ആഴ്ചയെ പൗലോസ് ലീഗയ്ക്ക് അവിടെ നിൽക്കാൻ പറ്റുള്ളൂ. ഇനി നമുക്കൊരു ഉദാഹരണം വെച്ച് പറയാം. 3-4 ആഴ്ച ആയിക്കോട്ടെ, അത്രയും കാലമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവിടെ സുവിശേഷം കേൾക്കാൻ പറ്റുള്ളൂ. അല്പമേ കേൾക്കാൻ പറ്റുള്ളൂ, നന്നായിട്ട് കേൾക്കാൻ പറ്റിയില്ല, അല്പമേ കേൾക്കാൻ പറ്റുള്ളൂ. പക്ഷെ പിന്നീട് തൻ്റെ ശുശ്രൂഷകനായ തിമോത്തിയോസിനെ അങ്ങോട്ട് അയച്ച് അതിൻ്റെ മറുപടി കേട്ട് വന്നപ്പോൾ പൗലോസ് വളരെ അതിശയിച്ചു പോയി. കാരണം വലിയ ദൈവപ്രവർത്തികൾ, അല്ല അതിൻ്റെ അർത്ഥം 3 ആഴ്ച മാത്രം വചനം കേട്ടു. അപ്പം നിങ്ങൾക്കിപ്പം വർഷങ്ങളായിട്ട് നിങ്ങൾ എല്ലാ ദിവസവും വചനം കേൾക്കുന്നല്ലേ. തെസ്സലോനിക്ക സഭയ്ക്ക് അതിനുള്ള അവസരം ഉണ്ടായില്ല. 3 ആഴ്ചയെ പൗലോസ് ലീഹായിലൂടെ വചനം കേൾക്കാൻ അവർക്ക് പറ്റിയുള്ളൂ. പക്ഷേ പൗലോസ് ലീഗ പിന്നീട് ആ ആളെ വിട്ട് അന്വേഷിച്ചപ്പോൾ പൗലോസ് ലീഗ പറയുന്നൊരു വാക്കാണ്, ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും കൂടെ ആയിരുന്നു നിങ്ങളുടെ അടുക്കൽ വന്നത്.
നിങ്ങളുടെ നിമിത്തം ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ എങ്ങനെ പെരുമാറിയിരിക്കുന്നു നിങ്ങൾ അറിയുന്നുവല്ലോ. ബഹു കഷ്ടം. ഇതാണ് നമ്മൾ വായിച്ചത്. പൗലോസ്ലീഹ താമസിച്ചുകൊണ്ടിരുന്ന യാസോന്റെ വീട് വരെ വളഞ്ഞ് യാസോനെ പിടിച്ചു വലിച്ചു കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവന്ന് നഗരാധിപതിയുടെ മുമ്പിൽ കൊണ്ടുവന്ന് അവരെ ഉപദ്രവിക്കാൻ തക്കവണ്ണം ഇടയാക്കിയ ഒരു ചരിത്രം പൗലോസ് പറയുകയാണ്. ബഹു കഷ്ടം. അപ്പോൾ ഈ ബഹു കഷ്ടം എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിച്ചേക്കരുത് അപ്പം നമ്മൾ ഈ മറ്റ് കഷ്ടവുമായിട്ട് കമ്പയർ ചെയ്യില്ല. എന്താണ് ഇവിടെ ബഹു കഷ്ടം എന്ന് പൗലോസ് പറഞ്ഞത്? അന്ന് നിങ്ങൾക്ക് സുവിശേഷം കേൾക്കാൻ പറ്റിയില്ല. നന്നായിട്ട് വചനം കേൾക്കാനോ നന്നായിട്ട് പ്രാർത്ഥിക്കാനോ പൗലോസ് അവരുടെ മേൽ കൈവെക്കാനോ ഒന്നും അവസരം കിട്ടിയില്ല. പക്ഷെ അവിടെ എന്ത് സംഭവിച്ചെന്നറിയാവോ? പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷത്തോടെ അവർ വചനം കൈക്കൊണ്ടു. അതിൻ്റെ അർത്ഥം സാഹചര്യം പ്രതികൂലമായിരുന്നിട്ടും, സാഹചര്യം നോക്കിയാൽ സുവിശേഷം പറഞ്ഞ ആളെ ഓടിച്ചു കളഞ്ഞു, സുവിശേഷം പറഞ്ഞയാൾക്ക് താമസിക്കാൻ ഇടം കൊടുത്തയാളെ അവർ നിരപ്പാക്കി. അപ്പോൾ അവിടെ സന്തോഷിക്കാൻ തക്കതായിട്ടുള്ള ഒരു സാഹചര്യവും ഇല്ല. അവിടെ സുവിശേഷം പറഞ്ഞയാളെ അവർ ഓടിച്ചു, സുവിശേഷം പറഞ്ഞയാളെ താമസിപ്പിച്ച വീട് അവർ വളഞ്ഞ് ഉപദ്രവിച്ചു. അപ്പോൾ അവർക്ക് ഈ വചനം പിന്നെ കിട്ടാൻ അവസരമില്ല. പക്ഷെ പൗലോസ് പ്രസംഗിച്ച 3 ആഴ്ച ലഭിച്ച വചനത്തെ അവർ മുറുകെ പിടിച്ചു. പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷത്തിൽ വചനം കൈക്കൊണ്ട്. എന്താണ് പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷം എന്ന് പറഞ്ഞാൽ? പ്രത്യാശയ്ക്കകത്ത് ജീവിക്കുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇന്ന് നിങ്ങളുടെ അവസ്ഥയെ ഓർത്താൽ കരയാനല്ലാതെ നമ്മളെക്കൊണ്ട് വല്ലതും പറ്റുമോ? ഒന്ന് ചിന്തിച്ച് നോക്കി. ഇപ്പോൾ നിങ്ങൾ കടന്നു പോകുന്ന ഒരവസ്ഥ എന്തൊരവസ്ഥയല്ലേ? ആരോട് പറയാനല്ലേ? ആര് സഹായിക്കാൻ? ആര് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനാ? ആര് നിങ്ങളെ മനസ്സിലാക്കാനാ? ആര് നിങ്ങളെ കൈക്കൊള്ളാനാ? ഈ ഒരു അവസ്ഥയിൽ നമുക്ക് കരയാനല്ലാതെ നമ്മുടെ മുമ്പിൽ മറ്റൊരു ഓപ്ഷൻ ഇല്ല. നമ്മുടെ വേദന മനസ്സിലാക്കാനോ നമ്മുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാനോ നമ്മളെ ഹെൽപ്പ് ചെയ്യാനോ നമുക്ക് ആരുമില്ല. പക്ഷെ പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷം എന്ന് പറഞ്ഞാൽ പ്രത്യാശ തരുന്ന ദൈവമാണ് പരിശുദ്ധാത്മാവ്. അതിൻ്റെ അർത്ഥം ഇന്നത്തെ അവസ്ഥയെ നോക്കി എനിക്ക് കരയാൻ പറ്റത്തില്ല. കർത്താവ് നമ്മുടെ അകത്തൊരു ഉറപ്പ് തരും. ദൈവം നമ്മുടെ അകത്തൊരു ഉറപ്പ് തരും. ഈ ഉറപ്പാണ് പരിശുദ്ധാത്മാവിലുള്ള പ്രത്യാശ. ഇത് നമുക്ക് സന്തോഷം തരും. ഒന്നുകൂടെ ഞാൻ പറയാം, ഇന്ന് നിങ്ങൾ എന്തിനാണ് ഈ വചനം കേൾക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്? ഇത്രയും വലിയ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകൾ, പല പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന നിങ്ങൾ എന്തിനാ ഈ വചനം കേൾക്കാൻ വന്നിരിക്കുന്നത്? വചനം കേൾക്കുമ്പം നിങ്ങളുടെ അകത്തൊരു പ്രത്യാശ ഉണ്ടാവും. എന്താ പ്രത്യാശ എന്ന് പറഞ്ഞാൽ? എൻ്റെ അവസ്ഥ നീങ്ങും. എത്ര പേര് നീ പ്രാർത്ഥനയെ കൂടുന്നവർക്കകത്ത് ഉറപ്പുണ്ട്? അതോ നിങ്ങൾ ചുമ്മാ ബ്രദറെ വചനം കേൾക്കുമ്പോൾ ഒരു ആശ്വാസം അങ്ങനെ വന്നവരാണോ? അതോ വചനം കേട്ടപ്പോൾ എൻ്റെ വിഷയങ്ങൾ മാറുമെന്ന് ഉറപ്പ് വന്നവരാണോ നിങ്ങൾ? ആമേൻ. ഇതാണ് പരിശുദ്ധാത്മാവിൻ്റെ ബഹുനിശ്ചയം. നമ്മുടെ അകത്തൊരു ഭയങ്കര ഒരു നങ്കൂരം വന്നിരിക്കുക, ഒരു വിശ്വാസത്തിൻ്റെ ഉറപ്പ് നമ്മുടെ അകത്ത് വന്നിരിക്കുക. ഇത് വന്നതുകൊണ്ടാണ് അവർക്ക് വചനം സന്തോഷത്തോടെ കൈക്കൊള്ളാൻ പറ്റും. ഞാൻ ചോദിച്ചോട്ടെ, പ്രസംഗിച്ച പാസ്റ്ററെ അവർ തല്ലി ഓടിച്ചു. ആ ഉപദേശിക്ക് വീട് കൊടുത്ത ആ വീട്ടുകാരനെ അവർ വട്ടം വളഞ്ഞ് ഉപദ്രവിച്ചു. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ ചിന്തിക്കത്തില്ലോ, ഓ ഇനി പറഞ്ഞ ആളുമില്ല, പിന്നെ കൈക്കൊണ്ട ആളുമില്ല, ഇനി എന്താ ഞങ്ങൾ വിശ്വസിക്കുന്നത്? എങ്ങനെയല്ല, അവർ ചിന്തിച്ചു, പൗലോസ് ഓടിപ്പോയാലും യാസോൻ ഓടിപ്പോയാലും കേട്ട വചനം എന്നാണെന്നറിയാവോ? യേശു ക്രിസ്തു മരിച്ചു എനിക്ക് വേണ്ടി, യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എനിക്ക് വേണ്ടി, യേശു ക്രിസ്തു ജീവിക്കുന്നു എനിക്ക് വേണ്ടി. അങ്ങനെയെങ്കിൽ ഞാനിന്ന് അനുഭവിക്കുന്ന സകല പാപം നിമിത്തം വന്ന പ്രതികൂലത്തിൻ്റെ അകത്തുനിന്നും എനിക്ക് യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതമുണ്ട്. കർത്താവിൻ്റെ നാമത്തിൽ എനിക്ക് ഉറപ്പിലും ധൈര്യത്തിൽ. ആ കേട്ട വചനം നിങ്ങൾ നോക്കിയ തൊട്ടു മുകളിലത്തെ വാക്യം നിങ്ങൾക്ക് കേട്ടാൽ മനസ്സിലാക്കാൻ പറ്റും. യേശുവിനെ പറ്റിയ പൗലോസ് പറഞ്ഞത് നോക്കിയേ. കർത്താവായ യേശു ക്രിസ്തുവിനെയുള്ള പ്രത്യാശയും സ്ഥിരതയും ഇടവിടാതെ. അപ്പോസ്തല പ്രവൃത്തി വായിക്കാൻ നമുക്ക്. അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യം നോക്കി. പൗലോസ് പതിവ് പോലെ അവരുടെ അടുക്കൽ 3 ശബ്ദത്തിൽ തിരുവഴുത്തുകളെ ആധാരമാക്കി ക്രിസ്തു കഷ്ടമനുഭവിക്കുകയും മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടതിന് എന്ന് ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു, യേശു ക്രിസ്തു എന്ന് തെളിയിച്ചു. അപ്പം ക്രിസ്തു കഷ്ടമനുഭവിച്ചു. അപ്പോൾ അവരുടെ ചോദ്യം, അപ്പം യേശു എന്തിനാ കഷ്ടം അനുഭവിച്ചത്? ഞാൻ ചോദിച്ചോട്ടെ, യേശു എന്തിനാ കഷ്ടം അനുഭവിച്ചു എന്ന് പറഞ്ഞു. ആരെങ്കിലും ഒറ്റ വാക്കി പറയണേ, എന്തിനാ യേശു കഷ്ടം അനുഭവിച്ചത്? ആദാ ഉത്തരം. ഇതാണ് ഉത്തരം.
ഇതാണ് പൗലോസ് പറഞ്ഞത്, ക്രിസ്തു കഷ്ടം അനുഭവിച്ചു. അപ്പൊ തെസലോനിക്കൽ ഇരിക്കുന്ന ഏതോ ഒരു സഹോദരി ചാടി ചോദിക്കുക, ബ്രദറെ, യേശു കഷ്ടം അനുഭവിച്ചുകൊണ്ട് ഞങ്ങൾക്ക് എന്താ ഗുണം? ഉടനെ പൗലോസ് ലീഗ പറഞ്ഞു, യേശുവിൻ്റെ കഷ്ടം നിങ്ങൾ നിമിത്തമാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ പാപം ചെയ്ത മനുഷ്യന്റെ മേൽ ശാപവും ശാപനിമിത്തവും കഷ്ടത നിമിത്തം ദാരിദ്ര്യവും നിരാശയും രോഗവും നിന്ദയും പരിഹാസവും പിശാചിന്റെ ആധിപത്യവും നിങ്ങളുടെ മേൽ വന്നെങ്കിൽ യേശു പാപം അനുഭവിച്ചപ്പോൾ കഷ്ടത്തിലായി. യേശു ക്രൂശിൽ മരിച്ചപ്പോൾ കഷ്ടം അവസാനിച്ചു, ശാപം മാറി, രോഗം നീക്കി, നിന്ന നീക്കി, പാപനിമിത്തം എന്തെല്ലാം വന്നോ അത് നീക്കി. അടുത്ത വാക്യത്തിൽ പറയുന്നു, മരിച്ചവരിൽ നിന്നും യേശു ഉയർത്തപ്പം നിങ്ങൾ ജയാളിയായി തീർന്നു എന്നതിൻ്റെ തെളിവാണ്. അപ്പൊ യേശു ഉയർത്തത് നിങ്ങൾക്ക് ഉറപ്പ് തന്നിരിക്കുക, യേശു ഉയർത്തത് കൊണ്ട് ഇനി ഒരു പ്രതികൂലത്തിനും നിങ്ങളെ തകർക്കാൻ കഴിയത്തില്ല. ഇത് പൗലോസ് ലീഗ ബൈബിളിലൂടെ യേശു ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളെ 3 ശബത്ത് പ്രസംഗിച്ചു. 4ാമത്തെ ശബത്തിൽ പ്രസംഗിക്കാൻ വേണ്ടി വന്നപ്പോഴേക്കും വഴി തടഞ്ഞു. യഹൂദൻ പറഞ്ഞു, മേല പ്രസംഗിക്കരുത്. പൗലോസിനെ അവിടുന്ന് ഓടിച്ചു. അവിടെ പൗലോസിനെ കൈക്കൊണ്ട യാസോന്റെ വീട് വളഞ്ഞു. പക്ഷെ കേട്ട ആൾക്കാർ 3 പ്രസംഗമേ കിട്ടിയുള്ളൂ. പക്ഷെ കേട്ട ആൾക്കാരുടെ ഹൃദയത്തിൽ അതങ്ങോട്ട് പതിഞ്ഞു. എൻ്റെ കഷ്ടം യേശു വഹിച്ചതാണ്, എൻ്റെ ബുദ്ധിമുട്ട് യേശു വഹിച്ചതാണ്, എൻ്റെ രോഗം യേശു വഹിച്ചതാണ്, എൻ്റെ പരാജയം യേശു വഹിച്ചതാണ്, യേശു എന്നേക്കും ജീവിക്കുന്നു. അപ്പൊ ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന വിഷമങ്ങളോ, ആ വിഷമങ്ങളെ പരിശുദ്ധാത്മാവ് അങ്ങോട്ട് ബലപ്പെടുത്തി. പരിശുദ്ധാത്മാവ് അവരുടെ ഉള്ളത്തിലേക്ക് ഒരു സന്തോഷം കൊടുത്തു. സഹോദര, ഇന്ന് നീ അനുഭവിക്കുന്ന വിഷയങ്ങൾ നീ സാക്ഷ്യമായി തീരാൻ വേണ്ടി പോവുക. ഇന്നത്തെ നിന്റെ നാളത്തെ നിന്റെ സാക്ഷ്യമായി തീരാൻ ഈ ഉറപ്പ് ദൈവാത്മാവ് കൊടുത്തു. ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഞാൻ പലപ്പോഴും പറയാറില്ലേ, ഈ സൂം പ്രയർ സ്റ്റോപ്പ് ചെയ്യേണ്ട അവസ്ഥ പോലും എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. എനിക്ക് പ്രസംഗിക്കാൻ പോലും പറ്റാത്ത അവസ്ഥ എനിക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയാമോ, പ്രസംഗിക്കാൻ പോലും പറ്റാത്ത അവസ്ഥ. ഇതങ്ങ് നിർത്തിയാലോ എന്ന് പോലും ചിന്തിക്കേണ്ട ഒരവസ്ഥ. ഞാൻ പലപ്പോഴും വൈഫിനോട് ചോദിച്ചാൽ ഇന്ന് നമുക്ക് സൂമിൽ പ്രാർത്ഥന വെക്കണോ എന്ന് പോലും ചോദിക്കേണ്ട ഒരു മാനസികാവസ്ഥയിലൂടെ ഞാൻ പോയിട്ടുണ്ട്. അറിയാവോ, പല സമയങ്ങളിലും ഞാൻ വൈഫിനോട് ചോദിച്ചു, വൈഫ് ഇന്ന് എന്നോട് ചോദിച്ചു, ഇന്ന് സൂമിൽ ചെയ്യണോ? കാര്യം എനിക്ക് പറ്റുന്നില്ല മാനസികമായിട്ട് ചില പ്രശ്നങ്ങളിലൂടെ കടന്നു പോയപ്പം. ഇന്ന് ഞാൻ യൂട്യൂബിലോട്ട് ആ പ്രാർത്ഥന അപ്ലോഡ് ചെയ്തിട്ട് എവിടെയെങ്കിലും കുറച്ചു നേരം സ്വസ്ഥമായിട്ട് ഇരിക്കാമെന്ന് ചിന്തിച്ചു. പക്ഷേ ഈ ഒരു സമയമാകുമ്പോൾ എൻ്റെ ഉള്ളത്തിൽ പരിശുദ്ധാത്മാവ് ഒരു ഉറപ്പ് തരും, മുന്നോട്ട് പോകുക, ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ഈ ഒരൊറ്റ ഉറപ്പ്, ഇത് ചുമ്മാ വാക്കുകൊണ്ട് പറയുന്നതല്ല, എൻകറേജ് ഒന്നുമല്ല, നമ്മുടെ ഉള്ളത്തിൽ ദൈവാത്മാവ് തരുന്നൊരു ഉറപ്പുണ്ട്. എത്ര പേർക്ക് ആ ഉറപ്പ് കിട്ടുന്നുണ്ട്? അവർ മാത്രം ഒന്ന് പറഞ്ഞു, എത്ര പേർക്ക് ആ ഉറപ്പ് കിട്ടുന്നുണ്ട്? ഞാൻ ഈ പറയുന്നത് പോലെ ആമേൻ, ഞാൻ ഈ പറയുന്നത് ലോട്ടറിക്കാരൻ പറയുന്ന പോലെ നാളെയാണെന്ന് പറഞ്ഞ അത്ഭുതം ആ പറയുന്ന വാക്കല്ല ഞാൻ പറയുന്നത്. മനസ്സിൽ ദൈവം എനിക്ക് വേണ്ടി ചെയ്യും, കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കും എന്നൊരു ഉറപ്പ് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളിൽ പരിശുദ്ധ ആത്മാവ് പ്രവർത്തിക്കുന്നുണ്ടെന്ന് അതിൻ്റെ അർത്ഥം. അങ്ങനെ കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ധൈര്യപ്പെടണം. തെസലോനിക്ക സഭക്കാരുടെ പ്രത്യേകത ഉണ്ട്. പൗലോസ് അവരെ ഭയങ്കരമായിട്ട് അങ്ങ് അപ്രീഷിയേറ്റ് ചെയ്യുക. കാര്യം പൗലോസ് അതിശയിച്ചു പോയി. കാര്യം 3 വർഷത്തോളം ഗലാത്യ സഭയിൽ പൗലോസ് ലീഗ താമസിച്ചാണ് സുവിശേഷം പഠിപ്പിച്ചത്. 3.5 വർഷം എങ്ങും പോയില്ല. 3.5 വർഷം ഗലാത്യ സഭയിൽ. പക്ഷെ ആ സഭ പോലും പിന്നീട് എന്ത് ചെയ്തു? പിന്മാറ്റത്തിൽ പോയി. അവർ പോലും പിന്മാറിപ്പോയി. പക്ഷേ ഇവിടെ 3 ആഴ്ചയെ വചനം പറയാൻ ലഭിച്ചുള്ളൂ. നമുക്കറിയത്തില്ലെങ്കിൽ ഞാൻ ഈ 3 ആഴ്ച പറയാം, അതിൽ അധികം സമയം കിട്ടിയില്ല, പോട്ടെ 1-2 മാസം. പക്ഷെ ഇവരെന്ത് ചെയ്യുന്നറിയാവോ? യേശുവിൻ്റെ ക്രൂശിനോട് അങ്ങോട്ട് ബലപ്പെട്ടു. ഇതാണ് പറയുന്നത്, നമ്മൾ ഈ വചനം പറയാൻ തുടങ്ങിയാൽ ഉള്ളിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ ബലപ്പെടുത്തും. പലപ്പോഴും സംഭവിക്കുന്നത് ഞാൻ പറഞ്ഞു തരാം. ഞാൻ എപ്പോഴും ഇത് മെൻഷൻ ചെയ്യുന്നതാണെങ്കിൽ പോലും വീണ്ടും പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ പ്രശ്നം പറഞ്ഞുകൊണ്ടിരുന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ബലം തരത്തില്ല. ഒന്നുകൂടെ ഞാൻ പറയാം. ഇപ്പം നിങ്ങൾ പറയാം, എൻ്റെ ബ്രദറെ എല്ലാ ദിവസവും പറയും, നമ്മൾ ആരോടും പറയരുതെന്നല്ല ഞാനീ പറയുന്നത്. എപ്പോഴും നമ്മുടെ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ ബഹുനിശ്ചയം നമ്മളിൽ പ്രവേശിക്കത്തില്ല. ഉദാഹരണം പറയാം, ഇവിടെ യേശുവിൻ്റെ കഷ്ടാനുഭവങ്ങളെപ്പറ്റി കേട്ട തെസലോനിക്ക സഭയ്ക്ക് മഹാകഷ്ടമുണ്ടായി. മഹാകഷ്ടമെന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം വചനവുമായിട്ട് അവിടെ ചെല്ലുന്ന സമയത്ത് യഹൂദന്മാർ വഴിതടയും. ഇവിടെ പ്രാർത്ഥനയും പറ്റത്തില്ല, യേശുവിനെ പറ്റത്തില്ല, മിണ്ടാതിരുന്നോണം കേട്ടോ. ഇവിടെ ആരാധിക്കാൻ പറ്റത്തില്ല. ഇനി യേശു എന്നെങ്ങാനും പറഞ്ഞുകൊണ്ട് ഈ വീടിൻ്റെ അകത്തുനിന്ന് പുറത്തിറങ്ങിയുണ്ടല്ലോ തല്ല് കിട്ടും.
അപ്പം ഇത്രയും വലിയ പ്രതിസന്ധി നിൽക്കുമ്പം അവർ ഭയങ്കര സങ്കടം വരത്തില്ല. നിങ്ങൾ ആലോചിക്കുക, ചിലപ്പോൾ നിങ്ങൾ ഭവനത്തിൻ്റെ അകത്ത് നിങ്ങൾ ഇരിക്കത്തില്ല, വെറുതെ എൻ്റെ കൂടെ വന്നിരുന്ന് പ്രാർത്ഥിക്കാനോ എന്നെ ഒന്ന് ബലപ്പെടുത്താനോ എന്നെ ഒന്ന് ആശ്വസിപ്പിക്കാനോ ആരുമില്ല. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും ദൈവസന്നിധിയിൽ കരയുക. പക്ഷേ തെസ്സലോനിക്ക സഭക്കാർ അവർ യഹൂദൻ പേടിപ്പിച്ച സമയത്ത് വീടിൻ്റെ അകത്തോട്ട് കയറി പെരക്കാവ് അങ്ങ് അടച്ചു. അല്ലെങ്കിൽ ഇവരെന്ത് ചെയ്യുന്നറിയാം, ഇവർ കുറച്ച് സഹോദരിമാരോ സഹോദരന്മാരോ കൂടിയിരുന്നിട്ട് ഇവർ പരസ്പരം അങ്ങോട്ട് പറയുകയാണ്, ഇന്നത്തെ നിന്റെ കഷ്ടത യേശു ക്രൂശിൽ മാറ്റിയിരിക്കുന്നു, കർത്താവിൽ നമുക്ക് വലിയ ശക്തിയുണ്ട്. കർത്താവിൽ എന്തൊക്കെയാണോ നമ്മൾ വിശ്വസിക്കുന്ന പ്രഖ്യാപനങ്ങളെ അവർ പരസ്പരം തമ്മിൽ പ്രബോധിപ്പിച്ചു. നമുക്ക് കൊലോസി ലേഖനത്തിലേക്ക് ഒരു വാക്യമുണ്ട്, സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും തമ്മിൽ പ്രബോധിപ്പിച്ചു, പരസ്പരം അവർ ബലപ്പെടുത്തി. അവർ പറഞ്ഞില്ല, ഓ ആ യഹൂദൻ അവൻ ചത്തുപോയാൽ മതിയായിരുന്നു, കാര്യം എന്തുവാ, പ്രാർത്ഥിക്കാനും സമയം തരത്തില്ല, പ്രാർത്ഥിക്കാനും നമുക്ക് അനുവാദം തരത്തില്ല, അവരൊക്കെ അവസാനിച്ച്. അങ്ങനെയല്ല അവർ പറഞ്ഞത്, അവൻ്റെ എതിർപ്പുകളെ കർത്താവ് നമുക്ക് അനുകൂലമാക്കും. അപ്പോൾ ബഹു കഷ്ടത്തിലിരിക്കുന്ന സമയത്തും, ശ്രദ്ധിച്ച്, ബഹു കഷ്ടത്തിൻ്റെ അകത്തിരിക്കുന്ന സമയത്തും ഇവിടെ നോക്കിയേ പൗലോസ്ലീഹ പറയുകയാണ്. നമുക്കിനി തെസ്സലോനിക്ക ലേഖനത്തിലേക്ക് ഒന്ന് വരാവേ. തെസ്സലോനിക്ക ലേഖനത്തിലേക്ക് വരുവാണ്. നിങ്ങൾക്ക് നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ പ്രത്യാശയിൽ സ്ഥിരതയും ഇടപെടാൻ നമുക്ക് ദൈവവും പിതാവുമായവൻ ദൈവസന്നിധിയിൽ ഓർത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി എപ്പോഴും ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട സഹോദരന്മാരെ, നിങ്ങളുടെ തെരഞ്ഞെടുപ്പിനെ അറിയുവിൻ. ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല, ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും അത്രേ വന്നത്. ബഹുകഷ്ടം, നോക്കിയേ, ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷത്തിൽ വചനം കൈക്കൊണ്ട്. ഇതാണ് നമ്മളും ചെയ്യേണ്ടത്. ഇപ്പോൾ ഉള്ള പ്രതിസന്ധിക്കകത്തിരുന്നുകൊണ്ട്, എൻ്റെ കർത്താവേ എനിക്ക് എന്തിനാണ് ഈ ഗതി വന്നത്, ഇതിലും ഭേദം ചത്താ മതിയായിരുന്നു, ഇതിലും ഭേദം തീർന്നാ മതിയായിരുന്നു എന്ന് തെസ്സലോനിക്ക സഭക്കാർ പറഞ്ഞില്ല. ബഹു കഷ്ടത്തിലിരിക്കുമ്പോഴും നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ടു. അപ്പം എന്താ പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷം? ഉള്ളിൽ പ്രത്യാശയിലുള്ള ഉറപ്പ്. ചിലരുണ്ട്, ബഹു കഷ്ടം വന്നാൽ കഷ്ടം പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു പ്രശ്നം വരുമ്പം, ഓ എന്നാ ചെയ്യാനാ, ഞാൻ ഈ പ്രാർത്ഥിച്ചിട്ടും ഇതൊന്നും തീരാനൊന്നും പോകണമെന്നില്ല, നമ്മുടെയൊക്കെ ജീവിതം ഇങ്ങനെയൊക്കെയാണ്. ചിലരെ ദൈവം അങ്ങോട്ട് അനുഗ്രഹിക്കും. ഇവിടെ നിങ്ങൾ ഈ വചനം നോക്കിയേ, ബഹു കഷ്ടം അവർ സഹിക്കേണ്ടി വന്നിട്ടും പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷത്തോടെ വചനത്തെ കൈക്കൊണ്ട് ഞങ്ങൾക്കും കർത്താവിനും നിങ്ങൾ അനുകാരിയായി തീർന്നു. പൗലോസ് പറയുകയാണ്, നിങ്ങൾ എനിക്ക് വരെ വലിയ ഇൻസ്പിറേഷനായിട്ട് മാറി. കാര്യം നിങ്ങൾക്ക് അനുകൂലമായ സാഹചര്യമില്ല. അവിടെ നിങ്ങളെ പ്രസംഗിക്കാൻ വേണ്ടി പത്രോസ് ഇല്ല, പൗലോസ് ഇല്ല, യോഹന്നാൻ ഇല്ല, ഒരു സ്ലീഹാമാരും ഇല്ലാഞ്ഞിട്ടും നിങ്ങൾ തന്നെത്താൻ ബലപ്പെട്ടു. എങ്ങനെയാ? അനുകൂലമായ സാഹചര്യത്തിലല്ല, പ്രതികൂലത്തിൻ്റെ അകത്തും നിങ്ങൾ എന്ത് ചെയ്തു? വചനം കൈക്കൊണ്ടു. അപ്പം എന്ത് സംഭവിച്ചെന്നറിയാവോ? പരിശുദ്ധാത്മാവിൻ്റെ ബഹുനിശ്ചയം അവരിലേക്ക് പ്രവേശിച്ചു. ഇപ്പം ഞാൻ എൻ്റെ പ്രശ്നം പറഞ്ഞുകൊണ്ടിരുന്നാൽ എന്നാ സംഭവിക്കുന്നറിയാവോ? പരിശുദ്ധാത്മാവിന് ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. ഇപ്പം ഞാൻ ഉദാഹരണം പറയാം, ഞാൻ വചനത്തെ പിടിക്കുക. ഉദാഹരണം പറയാം, ഇപ്പം തെസ്സലോനിക്ക സഭയെ പറ്റി നമുക്കെടുക്കാം. തെസ്സലോനിക്ക സഭയിൽ അവർ പൗലോസ്ലീഹ പ്രസംഗിച്ചു, യേശു നമ്മുടെ ക്രൂശിലൂടെ പാപനിമിത്തമുണ്ടായ സകല പാപ ശാപ രോഗ കഷ്ട നിന്ന പരിഹാസങ്ങളെ ഒക്കെയും യേശു വഹിച്ചു. അത് തിരുവഴുത്തിൽ പ്രകാരം നിങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു, നിങ്ങൾക്ക് നിത്യജീവനെ കിട്ടിയിരിക്കുന്നു, നിത്യരക്ഷ ലഭിച്ചിരിക്കുന്നു. ഇതെല്ലാം പ്രസംഗിച്ചു ഇവർ കേട്ടുകൊണ്ടിരിക്കുക. പെട്ടെന്ന് അയൽവക്കത്തിരിക്കുന്ന യഹൂദന്മാരെല്ലാം കൂടെ ഓടി വന്നിട്ട് പറയാം, മേലാൽ യേശുവിനെ പ്രസംഗിക്കരുത്, അടി കിട്ടും. അപ്പം ഇപ്പം നമ്മൾ ഫേസ് ചെയ്യുന്ന കുറേ സംഭവങ്ങൾ, എന്തിനാ നീ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എന്താ നിൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം കാണാത്തത്? ഇതൊരു ബഹു കഷ്ടമാണ് കേട്ടോ. ഇത്രയും ദൈവത്തെ വിളിച്ചിട്ട് നിങ്ങൾ മാത്രം എന്നെ രക്ഷപ്പെടാത്തത്, ഇത് ബഹു കഷ്ടമാണ്. നിങ്ങൾക്ക് മാത്രം എന്നാ ഇത് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്, ഇത് ബഹു കഷ്ടമാണ്. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാവോ? വചനത്തെ കൈക്കൊള്ളണം. എങ്ങനെ വചനം കൈക്കൊള്ളുന്നത് ഒന്ന് പറയും. ഈ കൈക്കൊള്ളുക എന്ന് പറഞ്ഞാൽ നല്ലൊരു മലയാളം വാക്കൊന്നും, നല്ല മലയാളമാണ് എങ്കിലും നമ്മുടെ ഒരു ലോക്കൽ മലയാളം ഒന്ന് പറഞ്ഞ്. അപ്പൊ ഏറ്റെടുക്കുക. അപ്പൊ എനിക്ക് കിട്ടിയൊരു വാക്കാണ്, ഞാൻ പറഞ്ഞതിൽ ആരോ ഒരാൾ പറഞ്ഞത്, ഞാൻ ആ വാക്ക് ഏറ്റെടുത്തു. അതായത് അവർ ആ കേട്ടിരിക്കുന്ന സാഹചര്യത്തെയോ സിറ്റുവേഷനെയോ അല്ല ഏറ്റെടുത്തത്, ദൈവവചനത്തെ ഏറ്റെടുക്കുക, അതിനെ അങ്ങോട്ട് എടുത്തു പിടിച്ചു.
എന്നിട്ട് എന്ത് സംഭവിച്ചെന്നറിയാവോ? അങ്ങനെ എടുത്തു പിടിച്ചപ്പോൾ ഞങ്ങൾക്കും കർത്താവിനും നിങ്ങൾ അനുകാരികളായി തീർന്നു. എന്നിട്ട് പറയാണ്, അങ്ങനെ നിങ്ങൾ മെക്കദോനിയയിലും അക്കാലിയിലും വിശ്വസിക്കുന്നവർക്ക് എല്ലാവർക്കും നിങ്ങൾ ഭയങ്കര മാതൃകയാണ്. അപ്പോസ്തലന്മാരാരുമില്ല, പ്രവാചകന്മാരാരുമില്ല, എല്ലാ ദിവസവും സൂം മീറ്റിംഗ് ഇല്ല, ഒന്നുമില്ല. പക്ഷെ നിങ്ങൾ അനേകർക്കൊരു അത്ഭുതമായി തീർന്നു. എന്നിട്ട് പറയാണ്, നിങ്ങളുടെ അടുക്കൽ നിന്നും കർത്താവിൻ്റെ വചനം മുഴങ്ങിച്ചെന്നതും മെക്കദോനിയയിലും അക്കാലിയിലും മാത്രമല്ല, എല്ലായിടത്തും നിങ്ങൾക്ക് ദൈവത്തിലുള്ള വിശ്വാസം, നോക്കി, ദൈവത്തിലുള്ള വിശ്വാസം പ്രസിദ്ധമായിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഒന്നും പറയുവാൻ ആവശ്യമില്ല. പൗലോസ്ലീഹ പറയുന്നുണ്ടോ? പൗലോസ്ലീഹ പറയുകയാണ്, ഇനി എന്നാ പറയാനാ? നിങ്ങൾ അവിടുന്ന് തെസ്സലോനിക്കയിൽ നിന്ന് കത്തിയ കത്തിയിൽ അക്കാലിയിലും മെക്കദോനിയയിലും എല്ലാം കറങ്ങി കത്തി. അപ്പം എന്നാ സാക്ഷ്യമാണ് ഉണ്ടായത്? ബഹു കഷ്ടത്തിൽ കിടന്ന ആൾക്കാർ അവിടുന്ന് അങ്ങോട്ട് ഫയറായി, അവരവിടുന്ന് അങ്ങോട്ട് കത്തി. അപ്പോൾ ഈ ദിവസങ്ങൾ ഞാൻ പറഞ്ഞോട്ടെ, പ്രതിസന്ധിയിൽ ഇരിക്കുന്ന നിങ്ങളോട് ഞാൻ പറഞ്ഞു, നിങ്ങളോടുള്ള ഏറ്റവും വലിയ പ്രവചനം, നിങ്ങൾ കത്താൻ വേണ്ടി പോവുക. നിങ്ങൾ ഓർത്ത് തന്നെ, ബ്രദറെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എപ്പോഴും ഒരു സഹോദരി പറയും, ബ്രദറെ എനിക്ക് കൂടുതലും ഈ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. ഏറ്റവും കൂടുതൽ ആൾക്കാർ കൂടുന്നത് എനിക്ക് ഇഷ്ടമാണ്, എങ്കിലും എനിക്ക് രണ്ടും ഇഷ്ടമാണ്. എന്നാൽ കുറച്ചും കൂടെ എനിക്ക് കൂടുതൽ ഇഷ്ടം ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കാൻ. ഭയങ്കര ഞാൻ ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ച് ആരംഭിച്ചത് കൊണ്ടായിരിക്കാം എൻ്റെ ജീവിതത്തിൽ കൂടുതലും ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കാൻ എനിക്ക് വലിയ ഇഷ്ടമാണ്. എല്ലാവരും കൂടുന്നത് എനിക്ക് ഇഷ്ടമാണ്, ഞാൻ അങ്ങനെ തെറ്റിദ്ധരിക്കലുണ്ട്. നാളെ മുതൽ നിങ്ങൾ ചിന്തിക്കരുത് ബ്രദറെ, ഞാൻ ആദ്യം അങ്ങനെ തുടങ്ങിയോണ്ടായിരിക്കും ഞാൻ കൂടുതൽ സമയങ്ങളിലും ഒറ്റയ്ക്കായിരുന്നു. കൂടെ പ്രാർത്ഥിക്കാൻ നിങ്ങളെപ്പോലെ ചിലപ്പോൾ ആൾക്കാരൊന്നും ഇതുപോലെ കൂടെ സംസാരിക്കാനോ വചനം പറയാനൊന്നും വലിയ ആൾക്കാരൊന്നും കൂടെ ഇല്ലായിരുന്നു. ആ സമയങ്ങളിൽ ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ചു. ഞാൻ ഈ വചനം പ്രസംഗിക്കാൻ തുടങ്ങിയത് എങ്ങനെയാണെന്നറിയാവോ? വീടിൻ്റെ പുറത്തിറങ്ങിയിട്ട് ഞാൻ ആ കാണുന്ന മരങ്ങളോടും ചെടികളോടും ഒക്കെ സുവിശേഷം പറഞ്ഞ് ആരംഭിച്ചത്. വലിയ പ്രസംഗം പ്രസംഗിക്കുമായിരുന്നു വഴിയിൽ പോയിരുന്നുകൊണ്ട്. പരസ്യവുമൊന്നുമല്ല, ഇങ്ങനെയാണ് ഞാൻ പ്രസംഗിക്കാൻ ശീലിച്ചത്. പ്രസംഗിക്കുക അറിയുന്നില്ല, പലപ്പോഴും ഞാൻ പ്രഖ്യാപിക്കുകയായിരുന്നു. ആ പ്രസംഗങ്ങളൊക്കെ പ്രഖ്യാപനങ്ങളായിരുന്നു. ആമേൻ. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയേ, ഇവിടെ പറയുവാണ്, നിങ്ങളുടെ അടുക്കൽ നിന്നും കർത്താവിൻ്റെ വചനം മുഴങ്ങിച്ചെന്ന് മെക്കദോനിയയിലും അക്കാലിയിലും മാത്രമല്ല. അപ്പം ഇവർ തെസ്സലോനിക്കയിലെ ബഹു കഷ്ടത്തിൽ ഒതുങ്ങിപ്പോയില്ല. അപ്പം ഈ ദിവസങ്ങളിൽ ഒറ്റയ്ക്ക് നിൽക്കുന്നവരോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഭയങ്കര ഭാഗ്യവാന്മാരാണ്. ഓ ബ്രദറെ, ഞങ്ങൾക്ക് എന്നാ ഭാഗ്യം, നിങ്ങൾ അനേക ഇടങ്ങളിൽ നിങ്ങളുടെ വിശ്വാസം പ്രസിദ്ധമാകാൻ വേണ്ടി പോവുക, അനേക സ്ഥലങ്ങളിൽ നിങ്ങൾ സ്പ്രെഡാകാൻ വേണ്ടി ഇതങ്ങ് ഏറ്റെടുത്തു, ഒരു പ്രവചന ആലോചന ഏറ്റെടുത്തു. ഒറ്റയ്ക്ക് സ്ട്രഗിൾ ചെയ്യുന്നതോട് ഞാൻ പറയുകയാണ്, നിങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ വർദ്ധിക്കാൻ വേണ്ടി പോവാണ്. നിങ്ങളുടെ ബഹു കഷ്ടത്തെ നിങ്ങൾ തകർക്കാൻ വേണ്ടി പോവാണ്. പക്ഷെ ഒറ്റ കാര്യം ചെയ്യണമേ, നിങ്ങൾ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ വചനത്തെ ഉയർത്തിപ്പിടിക്കണം. കേട്ടതൊരല്പമേ ഉള്ളൂ. പലപ്പോഴും ഞാൻ പല ആൾക്കാരെ കണ്ടൊരു ഒരു 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 സഹോദരി പല ആൾക്കാരെ ഞാൻ കണ്ടൊരു കാരണം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഈ കൂട്ടായ്മയിൽ വന്നതിൻ്റെ പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയത്തില്ല. ഒട്ടുമുക്കാലും ആളുകളും വചനത്തിൽ വളരാൻ ദൈവം സഹായിച്ചു. എത്ര പേര് വചനത്തിൽ വളരാൻ സഹായിച്ചു നിങ്ങളെ? പലയിടങ്ങളിൽ പോയവരാണ് നിങ്ങൾ, പക്ഷേ വചനത്തിൽ ഒരു വളർച്ച ലഭിച്ച ആരെങ്കിലും ഉണ്ടോ? ആമേൻ. അപ്പൊ നിങ്ങൾ വചനത്തിൽ വളർന്നുകൊണ്ട് എന്നാ ഗുണമെന്നറിയാവോ? നിങ്ങൾ ഏത് പ്രതിസന്ധി വന്നാലും നിങ്ങൾ തളരത്തില്ല. കാര്യം നിങ്ങളുടെ അകത്ത് ഭയങ്കര ഒരു എനർജി കയറിയിട്ടുണ്ട്. ഒന്നുകൂടെ ഞാൻ പറയാം, ഒരു അസാധാരണമായൊരു എനർജി നിങ്ങളുടെ അകത്തുണ്ട്. അതെനിക്ക് എപ്പോഴാണ് മനസ്സിലായെന്നറിയാവോ? എൻ്റെ ജീവിതത്തിൽ ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് ഈ ടെൻഷൻ ആകുന്ന ഒരാളാണ്, പെട്ടെന്ന് ഡെസ്പായി പോകുന്ന ഒരാളാണ്. നിങ്ങളത്രയും ധൈര്യം ഒന്നും ഒരാളല്ല ഞാൻ, നിങ്ങളത്രയും ധൈര്യവും ബലവും ഒന്നും ഒരാളല്ല. പക്ഷേ പലപ്പോഴും ഞാൻ പലരെ പറ്റി പറയും, അവർക്കൊക്കെ എന്നാ മൈൻഡ്, എന്തൊരു ധൈര്യം, എന്തൊരു മൈൻഡ് ഉള്ളവരാണ്, ഭയങ്കര സ്ട്രോങ് മൈൻഡ്. അത് ഞാൻ എപ്പോഴും അങ്ങനെ പറയുന്നറിയാവോ? എനിക്ക് എന്നെപ്പറ്റി നല്ലപോലെ അറിയാം, ഞാൻ അത്ര സ്ട്രോങ് അല്ലെന്ന് എനിക്കറിയാം. അപ്പോൾ എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് ഈ കേട്ട വചനവും പറയുന്ന വചനവും കേൾക്കുന്ന വചന ധ്യാനങ്ങളും ഒക്കെ എൻ്റെ അകത്ത് കയറുന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് എപ്പോഴാണ് മനസ്സിലായെന്നറിയോ? ഒരു പ്രതികൂലം വന്നപ്പോൾ തളർന്നു പോകുന്നില്ല. ഒരു പ്രതിസന്ധി വന്നിട്ടും തളരാതിരുന്നപ്പോൾ എനിക്ക് മനസ്സിലായി, എൻ്റെ അകത്ത് വലിയൊരു ആറ്റം ബോംബ് ഇരിപ്പുണ്ട്, വചനമെന്ന ആറ്റം ബോംബ്. ഇതൊരു പ്രശ്നം വരുമ്പോൾ ഇതങ്ങോട്ട് പൊട്ടിത്തെറിക്കും. നമ്മുടെ അകത്ത മനുഷ്യനെയും നമ്മളെ അങ്ങോട്ട് ശക്തിപ്പെടുത്തും. ഒരു മനുഷ്യനും കാണത്തില്ല ആ സമയത്ത്, വേണ്ട. പക്ഷെ അകത്തിരിക്കുന്ന വചനം നമ്മളെ സ്ട്രെങ്ത് തരും. എനിക്ക് അന്നാ മനസ്സിലായത് ഈ വചനം ചെറിയ സംഭവം അല്ലെന്നും. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ? കൂടുതൽ സമയവും വചനം നിറയ്ക്കാൻ ശ്രമിക്കാൻ തുടങ്ങി. കാര്യം എനിക്കിനി മുന്നോട്ടിനി എന്തു വന്നാലും എനിക്ക് സ്ട്രെങ്ത് ആവശ്യമാണ്. നിങ്ങൾക്കറിയാം, നമ്മൾ എവിടെയെങ്കിലുമൊക്കെ യാത്ര പുറപ്പെടുന്ന സമയത്ത് ഹോട്ടലൊന്നും ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ആഹാരം സ്റ്റോർ ചെയ്യും. അപ്പോൾ ചിലർ പറയും, എന്തിനാ ഇത്രയും ആഹാരമൊക്കെ എടുക്കുന്നത്?
എന്തിനാ ഇത്രയും സാധനം എടുക്കുന്നത്? ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ പുറത്ത് പോകുന്ന സമയത്ത് ഇങ്ങനെ ഈ വെള്ളവും അതും ഒക്കെ എടുക്കുന്ന സമയത്ത് ഞാൻ പലപ്പോഴും വൈഫിനോട് ചോദിക്കും, എന്തിനാ ഇത്രയും സാധനം എടുക്കുന്നത്? കുറേ സ്ഥലങ്ങളിൽ ചെന്ന് കഴിയുമ്പോഴേക്കും നമ്മളങ്ങ് ടയേർഡാകുമ്പം ഓരോന്നോരോന്ന് പയ്യെ തുറക്കാൻ തുടങ്ങും. അപ്പം എന്നോട് ചോദിക്കും, അപ്പം എന്താ പറഞ്ഞത് എടുത്തപ്പം ഇതിനൊന്നും ആവശ്യമില്ലെന്നല്ല പറഞ്ഞു, ഇപ്പം എങ്ങനെ ആവശ്യം വന്നത്? കാരണം അപ്പം നമുക്കത് വലിയ ഭാരമായിട്ട് തോന്നി, എന്തിനാ ഇത്ര എടുക്കുന്നത്? പക്ഷെ ഒരു പ്രശ്നം വന്നപ്പോൾ, ഒരു തളർച്ച വന്നപ്പോൾ അത് മൊത്തം ഗുണം ചെയ്തു. ഇന്ന് നിങ്ങൾ കേൾക്കുകയും പറയുകയും ചെയ്യുന്ന വചനങ്ങൾ നിങ്ങളുടെ ബഹു കഷ്ടത്തിൽ നിന്നും നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ വചനം നിങ്ങളെ സഹായിക്കും. ഇനി നിങ്ങൾ നോക്കി, പൗലോസ് പറയുകയാണ്, അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും പറയുവാൻ ആവശ്യമില്ല. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾ ശ്രദ്ധിച്ചോണം, പലപ്പോഴും നമ്മൾ കോംപ്രമൈസിൻ്റെ സുവിശേഷം, കോംപ്രമൈസ് ഗോസ്പൽ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. കോംപ്രമൈസ് ഗോസ്പൽ, അതായത് നിങ്ങളൊരു പ്രതികൂലത്തിൻ്റെ അകത്തിരിക്കുമ്പം, ഏതെങ്കിലും ഒരു പ്രതിസന്ധിയിലിരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായിക്കഴിഞ്ഞാൽ അതിനെ വചനം വെച്ചുകൊണ്ട് നമ്മളെ അഡ്ജസ്റ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു പ്രത്യേകതരം പ്രസംഗങ്ങളുണ്ട്. ആ പ്രസംഗത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് പ്രസംഗിക്കുന്നയാൾക്ക് നിങ്ങൾക്ക് തരാൻ ഒരു മറുപടി പൊതുവെ കാണത്തില്ല. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അദ്ദേഹത്തിന് നിങ്ങളോട് പറയാൻ ഒരു മറുപടി കാണത്തില്ല, ഒരു ആലോചന കാണത്തില്ല. രണ്ട്, നിങ്ങളുടെ സാഹചര്യവുമായിട്ട് അദ്ദേഹം ഭയങ്കര അങ്ങോട്ട് ലിങ്കായി പോകും. ഇപ്പം നിങ്ങൾ അവരോട് വന്നിട്ട് പറയുകയാണ്, വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുക, നിങ്ങളിപ്പോൾ ഏത് അവസ്ഥയായിക്കോട്ടെ, നിങ്ങൾ ആ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന സമയത്ത് എന്നോട് വന്നിട്ട്, അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് വന്നിട്ട് പറയാം, സഹോദര എനിക്ക് വേണ്ടി സഹോദരി പ്രാർത്ഥിക്കണം, ഞാൻ വലിയൊരു ദുഃഖത്തിലൂടെ കടന്നു പോവുക. അപ്പം നിങ്ങളുടെ മറുപടി ഉടനെ എന്നോട് പറയുകയാണ്, സാരമില്ല, എന്തായാലും നമ്മൾ ഭൂമിയിൽ ജീവിക്കുന്നതല്ലേ, ഇങ്ങനെയൊക്കെയാ ബ്രദറെ, നമ്മൾ എന്തായാലും കർത്താവ് നമ്മളെ സഹായിക്കും, ദൈവം ബലം തരും, ദൈവം ധൈര്യം തരും, എന്തായാലും കുഴപ്പമില്ല, നമ്മളിതൊക്കെ അനുഭവിക്കേണ്ടതല്ലേ, കർത്താവ് എല്ലാം സഹായിക്കുമെന്നേ. ഇതാണ് കോംപ്രമൈസ്ഡ് ഗോസ്പൽ. ഇനി എന്താണ് ഒറിജിനൽ ഗോസ്പൽ? ബഹു കഷ്ടത്തിൻ്റെ അകത്തിരിക്കുന്ന ആൾക്കാർ, അവർക്ക് ആരാധിക്കാൻ സ്വാതന്ത്ര്യമില്ല, സുവിശേഷം പറയാൻ സ്വാതന്ത്ര്യമില്ല, പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും രോഗങ്ങളും ബുദ്ധിമുട്ടിലിരിക്കുമ്പോൾ, ഇവിടെ ഞാൻ ആ വാക്യം ഒന്ന് എടുക്കാം, അപ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് മനസ്സിലാവും. കൊലോസി ലേഖനത്തിൻ്റെ അകത്ത് 3-ാം അധ്യായത്തിലാണ് എനിക്ക് തോന്നുന്നത്, നിങ്ങൾ സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പ്രബോധിപ്പിക്കണമെന്നൊരു വാക്യമുണ്ട്. എനിക്കൊന്ന് കൊലോസി ലേഖനം 3-ാം അധ്യായത്തിൻ്റെ അകത്ത് 3-ലാണ്, 2 ഞാനിപ്പോൾ തന്നെ വാക്യം നോക്കിയോട്ടെ. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കി, സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നിങ്ങളുടെ ഹൃദയങ്ങളിൽ പാടിയും ഇങ്ങനെ ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ. പ്രബോധിപ്പിക്കാതൊരു വാക്യം കൂടെ ഉണ്ട്, അത് മറ്റൊരു സ്ഥലത്ത് കിടക്കുന്നത്, എന്നാൽ ഈ വാക്യങ്ങൾ നല്ലതാണ്. ഇവിടെ കൊടുത്തിരിക്കുകയാണ് സങ്കീർത്തനങ്ങളും സ്തുതികളും. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ സങ്കീർത്തനം എന്ന് പറയുന്നത്? ആ കാലഘട്ടത്തിൽ ലേഖനങ്ങളൊന്നും ശരിക്കും വന്നിട്ടില്ല. ഈ സങ്കീർത്തനം എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്ന എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദാവീദ് പറയുന്നതുപോലെ കഷ്ടത്തിലിരുന്നു, എൻ്റെ ദൈവമേ എൻ്റെ നിലവിളി കേൾക്കണമേ, എന്നോട് കർത്താവേ എന്നോട് കരുണ തോന്നണമേ എന്നുള്ള സങ്കീർത്തനത്തെ പറ്റി അല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. യേശുക്രിസ്തു ഉയർത്തതിന് ശേഷം കർത്താവ് പറയുന്നൊരു വാക്കുണ്ട്, സങ്കീർത്തനങ്ങളിലും പ്രവാചക പുസ്തകങ്ങളിലും എന്നെപ്പറ്റി എഴുതിയിരിക്കുന്നത് നിവർത്തി വന്നിരിക്കുന്നു. ആ വാക്യം ഒന്ന് എടുക്കാൻ പറ്റുന്ന എടുത്തോണ്ട് മർക്കോസിലോ ലൂക്കോസിലോ ഉണ്ട്. ലൂക്കോസിൽ അതിലേക്ക് വന്നത് സങ്കീർത്തനങ്ങളിലും പ്രവാചക പുസ്തകങ്ങളിലും എന്നെപ്പറ്റി. അപ്പം ഇതാണ് ഈ സങ്കീർത്തനങ്ങളും സ്തുതി എന്ന് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ചിന്തിക്കരുത് അവിടെ കണ്ണുനീരിൻ്റെ നിലവിളിയുടെയും സങ്കീർത്തനം എടുക്കാനല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. സങ്കീർത്തന പുസ്തകങ്ങളിലും പ്രവാചക പുസ്തകങ്ങളിലും തിരുവഴുത്തുകളിൽ എന്നെപ്പറ്റി എഴുതിയിരിക്കുന്നതിന്. അപ്പം ഈ സങ്കീർത്തനങ്ങളും ഇത് സ്തുതികളുമാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ഉയർത്തേണ്ടത്. യേശുവിനെ പറ്റി എഴുതിയിരിക്കുന്ന സങ്കീർത്തനങ്ങൾ, ഒത്തിരി സങ്കീർത്തനങ്ങളുണ്ട്. ഒത്തിരി സങ്കീർത്തനങ്ങളിൽ യേശുവിനെ പറ്റി എഴുതി വെച്ചിട്ടുണ്ട്. ആ സങ്കീർത്തനങ്ങളാണ് നിങ്ങൾ എടുക്കേണ്ടത്. അല്ല, നമ്മൾ പലപ്പോഴും സങ്കീർത്തനം നോക്കുമ്പോഴേക്കും ഒരു വാക്യമുണ്ട്, യഹോവ നിന്നെ കീറിക്കളയും, വിടുവിപ്പാൻ ആരും ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞ സങ്കീർത്തനമല്ല അവിടെ കൊടുത്തിരിക്കുന്നത്. ചിലപ്പോൾ അങ്ങനത്തെ സങ്കീർത്തനം എടുത്ത് അപ്പം അത് പറയുമ്പോൾ നിങ്ങൾക്ക് പേടി, ദൈവമേ യഹോവ എന്നെ കീറാൻ നിൽക്കുവാണ്. അല്ല, യഹോവ എന്നെ ചേർക്കാൻ നിൽക്കുന്നയാളാണ്. ആ കാലഘട്ടത്തിൽ പാപത്തിൽ ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ്. യേശു വന്നിട്ടില്ല. ആമേൻ. അപ്പം ലൂക്കോസിന്റെ സുവിശേഷം 24 പറഞ്ഞിരിക്കുന്ന, മോശ തുടങ്ങിയ സകല പ്രവാചകന്മാരിലും എല്ലാ തിരുവഴുത്തുകളിലും തന്നെക്കുറിച്ച് അവർ വ്യാഖ്യാനിച്ചു കൊടുത്തു. അപ്പോൾ യേശു പറയുന്നത് എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നതിനൊക്കെ നിവൃത്തി വന്നിരിക്കുന്നു. അപ്പം സങ്കീർത്തനങ്ങളായിക്കോട്ടെ സ്തുതികളായിക്കോട്ടെ യേശുവിനെ പറ്റിയുള്ളത് എന്ത് ചെയ്യണം? നിങ്ങൾ ഉയർത്തണം. അല്ലാതെ സങ്കീർത്തനത്തിൽ പോയിട്ട് ദാവീദിൻ്റെയും അല്ലെങ്കിൽ അവിടെയുള്ള എഴുതി വെച്ചിരിക്കുന്ന ആൾക്കാരുടെയും ആ ഒരു നിലവിളി അല്ല നമ്മൾ എടുക്കേണ്ടത്. പകരം യേശുവിനെ പറ്റി എഴുതിയിരിക്കുന്ന സങ്കീർത്തനം. നിങ്ങൾ നോക്കിയേ, ഈ തെസ്സലോനിക്ക ലേഖനത്തിലേക്ക് വരാം.
തെസ്സലോനിക്കയിലെ അപ്പോസ്തല പ്രവൃത്തി വായിക്കുമ്പോൾ ഒന്നാമത് പറഞ്ഞു, പൗലോസ് പതിവ് പോലെ തിരുവഴുത്തുകളെ ആധാരമാക്കി, എൻ്റെ അർത്ഥം തിരുവഴുത്തിൽ യേശുക്രിസ്തുവിനെ പറഞ്ഞിട്ടുള്ള വചനങ്ങളെ, അന്നത്തെ കാലത്ത് ഈ കൊലോസിലോ ഫിലിപ്പിലോ ഒന്നും ലേഖനം വന്നിട്ടൊന്നുമില്ല. അന്നത്തെ കാലത്ത് പഴയ നിയമ പുസ്തകം മാത്രമുള്ള ആ പഴയ നിയമത്തിൽ യേശുവിനെ പറ്റി എഴുതിയിരിക്കുന്ന വചനങ്ങളെ തെരഞ്ഞെടുത്തിട്ട് യേശുവിനെ തെളിയിക്കുകയാണ്. നമുക്കറിയാം, യെശയ്യാവിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിലുണ്ട്, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനത്തിൻ്റെ പ്രഭു. യേശയ്യാവ് 53 പറയുന്നു, യേശുവിൻ്റെ തിരുമുറിവിനാൽ. അങ്ങനെ യേശുവിനെ പറ്റി എഴുതിയിരിക്കുന്ന വചനങ്ങൾ, ഇതിൽ നിങ്ങൾ എന്ത് ചെയ്യണം? തമ്മിൽ നിങ്ങൾ ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവത്തിന് പാടിയും സ്തുതിക്കണം. അപ്പം നല്ല പാട്ടൊക്കെ പാടണം. നമ്മുടെ കഷ്ടതയും ദുരിതത്തിൻ്റെയും പ്രയാസത്തിൻ്റെയും പാട്ടൊന്നും പാടിയേക്കില്ല ദൈവത്തെയോട്, അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ബാധിക്കും. ചിലരുണ്ട് അങ്ങനത്തെ പാട്ട് മാത്രം പാടുന്നവരുണ്ട്. നല്ല രസമാണ് പാട്ട് കേൾക്കാൻ. നമ്മളൊന്ന് വിഷമിച്ചിരിക്കുമ്പം നമുക്ക് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടിൻ്റെ പാട്ടൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു ഭയങ്കര അല്ല. നമുക്ക് വേണ്ടത് ആ ഒരു വിഷയത്തിൻ്റെ അകത്ത് നമ്മളെ നിരാശപ്പെടുത്തുന്ന പാട്ടുകളല്ല, നമ്മളെ ബലപ്പെടുത്തുന്ന സങ്കീർത്തനങ്ങളും സ്തുതികളുമാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണം? തമ്മിൽ പ്രബോധിപ്പിക്കണം. ബഹു കഷ്ടത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഞാൻ പറയുകയാണ്, സാരമില്ല സിസ്റ്റർ, ഇതെല്ലാം സഹിക്കേണ്ടത്, ഒന്നും സഹിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എൻ്റെ കൂടെ പറഞ്ഞോട്ടെ, ഒന്നും ഞാൻ സഹിക്കേണ്ട ആവശ്യമില്ലെന്ന് പറ, ഞാൻ ജയിക്കണമെന്ന് പറ. ഞാൻ സഹിക്കേണ്ട ആവശ്യമില്ല, ഞാൻ ജയിക്കണം. നിങ്ങളിത് സഹിക്കുക എന്ന് പറഞ്ഞാൽ പിശാചിനെ ചുമക്കുക എന്നതിൻ്റെ അർത്ഥം. ഓ സിസ്റ്റർ, അതൊന്നും സാരമില്ല സിസ്റ്റർ, ഇങ്ങനെയൊക്കെയാ വിശ്വാസ ജീവിതം. അതിൻ്റെ അർത്ഥം പിശാചിനെ ചുമന്നുകൊണ്ട് നടക്കണം. വല്ല ആവശ്യമുണ്ട്? അവന് തന്നെ നടന്നു പോട്ടെ, അവനെ ചുമക്കേണ്ട കാര്യം എനിക്കില്ല. അവൻ നിമിത്തം എന്തെല്ലാം വന്നിട്ടുണ്ട് അതെല്ലാം പുറത്താക്കാൻ യേശു എനിക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു. ഇത് നിങ്ങൾ തമ്മിൽ പ്രബോധിപ്പിക്കുമ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറി. നിങ്ങളൊന്നും ചെയ്യണ്ട. വചനം നിങ്ങൾ ഏറ്റു പറഞ്ഞിട്ട്, യേശു നിങ്ങൾക്ക് വേണ്ടി ചെയ്ത വചനം പറഞ്ഞിട്ട് ഒന്ന് പാട്ടുപാടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് വീടിൻ്റെ അകത്തൂടെ അത്ഭുതം നടക്കുന്നത് കാണാൻ പറ്റും. ഞാൻ ചുമ്മാ പറയല്ല. നിങ്ങൾ വചനം ഒന്ന് പ്രഖ്യാപിച്ചിട്ട് നല്ലൊരു പാട്ടൊക്കെ പാടി എന്നിട്ട് ഒന്ന് വീടിൻ്റെ അകത്തോടെ നടന്നു നോക്കി, നിങ്ങളുടെ വിഷയങ്ങൾ അത്ഭുതകരമായി സാക്ഷ്യമാണെന്നത് കാണാൻ പറ്റും. അപ്പോൾ ഏത് പാട്ടാണ് കേൾക്കേണ്ടത്? നിന്നാഘട്ടങ്ങൾ, പരിഹാസങ്ങൾ, ദൂഷികളെല്ലാം മാറുന്നൊരു കാലം വരും. ഏത് കാലമാണ്? നിത്യതയിൽ പോകുന്ന കാലമല്ല ഞാൻ പറഞ്ഞത്. ഇവിടെ അത്ഭുതം നടക്കുന്ന കാലം വരാൻ വേണ്ടി പോവാം. ഇവിടെ ദൈവപ്രവൃത്തി നടക്കാൻ പോകുന്ന കാലമാണ്. പിന്നെ നിത്യത ചെല്ലുമ്പോൾ മാറുന്ന കാര്യമല്ല ഞാനീ പറഞ്ഞത്. ഇവിടെ യേശുവിൽ നിങ്ങൾക്ക് അത്ഭുതത്തെ നടക്കുന്ന കാലഘട്ടത്തെ പറ്റി ഞാൻ പറയാൻ വേണ്ടി പോകണം. അതുകൊണ്ട് ഇന്ന് കർത്താവിൻ്റെ സുവിശേഷം കേൾക്കുന്ന ഓരോരുത്തരോടും ഞാൻ പറയുകയാണ്, കർത്താവിൽ നിന്ന് ബലപ്പെട്ടോണം. ഓക്കെ, നമുക്ക് തെസ്സലോനിക്ക ലേഖനത്തിൻ്റെ അകത്തൊരു വാക്ക് നമ്മൾ പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാവേ. എനിക്ക് തോന്നുന്നത് സഹോദരിമാരാരോ അത് വാക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. തെസ്സലോനിക്ക ലേഖനത്തിലെ ആ വാക്യം നമ്മളതിലേക്ക് വരുന്നുണ്ട്. 5-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ തെസ്സലോനിക്ക ലേഖനത്തിൽ, ആകയാൽ നിങ്ങൾ ചെയ്തു വന്നതുപോലെ, അത് നല്ലൊരു വാക്യം കേട്ടോ, നിങ്ങൾ ചെയ്തു വന്നതുപോലെ പ്രബോധിപ്പിച്ചും തമ്മിൽ ആത്മീക വർധനവ് വരുത്തി പോരുവിൻ. എൻ്റെ കൂടെ ഉറക്കം വായിച്ച് ബഹു കഷ്ടത്തിലിരുന്നപ്പോൾ, അതും കൂടെ പറഞ്ഞിട്ട് വായിക്കണേ. ബഹു കഷ്ടത്തിലിരുന്നപ്പോൾ, എന്നിട്ട് വാക്യം വായിച്ച് ആ വാക്യം പറഞ്ഞിട്ട് ഈ വാക്യം ഒന്ന് വായിച്ച്. ബഹു കഷ്ടത്തിലിരുന്നപ്പോൾ ആമേൻ. ഇപ്പൊ മനസ്സിലായ ബ്രദറെ, എങ്ങനെയാണ് അവർ ബഹു കഷ്ടത ഒറ്റപ്പെടലിൽ അവരെങ്ങനെ ഓവർകം ചെയ്തെന്നറിയാവോ? ബഹു കഷ്ടത്തിലിരുന്നപ്പോൾ നിങ്ങൾ ചെയ്തു വന്നതുപോലെ അന്യോന്യം പ്രബോധിപ്പിച്ചു. ഉടനെ ഒരു സഹോദരി ദുഃഖിച്ചിരിക്കുക. എന്നാ സഹോദരി ദുഃഖിച്ചിരിക്കുന്നത്? ഓ എന്നെ ചെയ്യാനാ, മക്കളുടെ വിഷയത്തിൽ ഞാൻ ഭാരപ്പെടുക, എന്നെ ചെയ്യാനാ, തലമുറയെപ്പറ്റി ഞാൻ ആകുലപ്പെട്ട് കരഞ്ഞ് ഉരുകി അവസാനിക്കുക. ഉടനെ തെസ്സലോനിക്കയിലെ മറ്റേ സഹോദരി പറയുകയാണ്, എൻ്റെ സഹോദരി നീ എന്തിനാ പേടിക്കുന്നത്? യേശു നിന്റെ തലമുറ തകർന്നു പോകാതിരിക്കാൻ വേണ്ടി വില കൊടുത്തതല്ലേ? യേശു നിന്റെ തലമുറയ്ക്ക് വേണ്ടിയല്ലേ യേശു വില കൊടുത്തത്? നീ കരയണ്ട, നീ ബലപ്പെട്. കണ്ടോ, ഇതാണ് തമ്മിൽ പ്രബോധിപ്പിച്ചവർ. ഇനി ഒരു വ്യക്തി രോഗിയായിരിക്കുക, ഉടനെ ഓറഞ്ച് വാപ്പിളൊക്കെ മേടിച്ചുകൊണ്ട് പോയി കണ്ടിട്ട് ആ വ്യക്തിയുടെ അടുക്ക പോയിട്ട്, എങ്ങനെ നടന്ന മനുഷ്യനാ, എങ്ങനെ നടന്ന വ്യക്തിയാ,
ഒരു കണ്ണുനീരും കയ്പും നിരാശയൊക്കെ ഇരിക്കാതെ അവിടെ ചെന്നിട്ട് കൈ വെച്ചിട്ട് ആന്റി യേശു നമ്മുടെ രോഗത്തെ വഹിച്ചതാണ്. തെസ്സലോനിക്ക സഭക്കാരെ പറ്റി ഞാൻ പറഞ്ഞു, തമ്മിൽ അവരെന്ത് ചെയ്തു? ദേ കേട്ടെ, യേശു നമ്മുടെ രോഗത്തെ വഹിച്ചതാ. ഉടനെ അച്ചായൻ പറഞ്ഞു, എനിക്ക് ഒന്ന് മിണ്ടാൻ പോലും പറ്റാത്ത അവസ്ഥ, തളർന്ന് കിടക്കുക. അച്ചായനെടുക്ക പോയിട്ട് അവർ ചുറ്റിനും നിന്ന് പ്രാർത്ഥിച്ചു, കൈവച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. അത്ഭുതം നടക്കുന്നത് വരെ അവർ വിശ്വസിച്ചു. പൗലോസ് പറഞ്ഞ വാക്കുകൊണ്ട്, നിങ്ങൾ ചെയ്തു വന്നതുപോലെ അന്യോന്യം പ്രബോധിപ്പിച്ചും തമ്മിൽ ആത്മീക വർധനവ് വരുത്തിയും പോരുവിൻ. അല്ലാതെ അവിടെ ഒരു പ്രവാചകനുണ്ട്, ഇവിടെ ഒരു പ്രവാചകനുണ്ട്, അവിടെ ഒരു ദൈവദാസനുണ്ട്, ഇവിടെ ഒരു ദൈവദാസനുണ്ട്, രാവിലെ മുതൽ ബസ് കയറി ലോകത്തുള്ള സകല പ്രാർത്ഥനാ സ്ഥലത്തും നടക്കാതെ, സകലയിടത്തും ഇങ്ങനെ അലഞ്ഞു നടക്കാതെ തമ്മിൽ ബലപ്പെടുത്ത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഭാര്യയും ഭർത്താവും മാത്രമുള്ളൂ പറ. ഇനി ഭാര്യയും ഭർത്താവും ബ്രദറെ, എൻ്റെ അച്ചായൻ വിശ്വാസത്തിലല്ല, എൻ്റെ മക്കൾ വിശ്വാസത്തിലല്ല. വീട്ടിൽ എത്ര പേരുടെ വീട്ടിൽ കണ്ണാടിയുണ്ട്? കണ്ണാടിയുള്ള എത്ര പേരുണ്ട് വീട്ടിൽ? മുഖം നോക്കുന്ന കണ്ണാടി. രക്ഷപ്പെട്ട് മതി. കണ്ണാടി നോക്കി പറ. ഇപ്പൊ 2 പേരായില്ലേ? ആരും ഇല്ലെങ്കിൽ 2 പേരായില്ല. കണ്ണാടി നോക്കിയിട്ട് നിങ്ങൾക്ക് 2 പേര് വന്നല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും കൈ വിട്ട് പറ, യേശുവിന്റെ നാമത്തിൽ പറ. എന്തിനാ നീ ഭാരപ്പെടുന്നത്? എന്തിനാ നീ ആകുലപ്പെടുന്നത്? കർത്താവിന്റെ കുഞ്ഞുങ്ങൾ പാട്ട് പാടുമെന്ന് പറയണം. അങ്ങോട്ടും ഇങ്ങോട്ടും ആ കണ്ണാടി നോക്കിയിട്ട് പറ, അച്ചായനുമില്ല, ആന്റിയില്ല, മക്കളും ഇല്ലെങ്കിലും വേണ്ട, കൈ കൊടുത്തിട്ട് പറ, ഞാനും എൻ്റെ കുടുംബവും ദേ ഇങ്ങോട്ട് നോക്കി യഹോവയെ ആരാധിക്കും. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. കണ്ണാടി നോക്കട്ടെ. ഞാൻ എത്രയോ പ്രാവശ്യം കണ്ണാടി നോക്കി പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാമോ? അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറഞ്ഞത്. ഞാൻ കണ്ണാടി നോക്കിയിട്ട് എന്നോട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്തിനാ വെറുതെ ഭാരപ്പെടുന്നത്? കർത്താവ് അനുഗ്രഹമായി തരും. ഒരു വ്യക്തിയോട് ഞാൻ പറയുന്നത് പോലെ എൻ്റെ മുഖത്തെ കണ്ണാടി കണ്ടുകൊണ്ട് ഞാൻ എന്നോട് തന്നെ പലതവണ പറയും. അപ്പോൾ എനിക്ക് മനസ്സിലായി നല്ലൊരു സംഭവം, അത് നല്ല രീതിയിൽ നമുക്ക് ബലപ്പെടാൻ പറ്റും. അപ്പം അന്യോന്യം പ്രബോധിപ്പിച്ചും ആത്മീക വർധനവ് വരുത്തിയും പോരുവിൻ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെ ഇന്ന് നിങ്ങൾ എറണാകുളം പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അവിടെ ഒരു പരിചയമില്ലാത്ത ആൾക്കാരെ പോലെ ഇരിക്കാതെ അപ്പുറത്തിപ്പുറത്തൊക്കെ രോഗിലിരിപ്പുണ്ടെങ്കിൽ ചാടിക്കയറി കൈവച്ചിട്ട് പറയാം, സഹോദരി തിരിച്ചു പോകുമ്പോൾ അത്ഭുതവുമായിട്ടേ പോകത്തുള്ളൂ കേട്ടോ. പറഞ്ഞോണം. ഏതെങ്കിലും രോഗിയെ കണ്ട ചാടി വീണോണം. സഹോദര, യേശു നിനക്ക് വേണ്ടിയാണ് കേട്ടോ രോഗത്തെ വഹിച്ചത്. ഇനി സ്വന്തമായിട്ട് പ്രാർത്ഥിക്കാൻ ബ്രദറെ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരുമില്ല ബ്രദറെ. ബ്രദറിനെ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നുമില്ല. കണ്ണാടി എടുത്ത് വെച്ചിട്ട് കണ്ണാടി നോക്കിയിട്ട് പറ, നിന്റെ രോഗത്തെ യേശു വഹിച്ചതാ കേട്ടോ. നീ എന്തിനാ ഭാരപ്പെടുന്നത്? നിന്റെ വേദന യേശു വഹിച്ചതാ കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പറഞ്ഞേ. 2 പേരായില്ല ഇപ്പം. യേശുവിൻ്റെ നാമത്തിലൊന്ന് പറയണം. ഉറപ്പായിട്ടും ഞാൻ പറയുന്നു, തെസ്സലോനിക്കയിൽ നടന്നെങ്കിൽ, എൻ്റെ കൂടെ പറ, തെസ്സലോനിക്കയിൽ നടന്നെങ്കിൽ എൻ്റെ വീട്ടിൽ നടക്കുമെന്ന് പറ. നടന്നെങ്കിൽ എന്റെ വീട്ടിൽ നടക്കും. അത്രയേ ഉള്ളൂ. തെസ്സലോനിക്കയിൽ സംഭവിച്ചെങ്കിൽ എൻ്റെ ഭവനത്തിലും സംഭവിക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ പിന്നെയും യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ലൈവിൽ കാണുന്നവർ പറയുന്നു, ഈ മാസമാണ് നമ്മുടെ പ്രാർത്ഥന. എറണാകുളത്ത് ആരംഭിക്കുന്ന 18-ാം തീയതിയിൽ ആരംഭിക്കുന്ന പ്രാർത്ഥനയാണ്. വലിയ പ്രാർത്ഥനയോടെ തന്നെ വരിക. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, കർത്താവ് നിങ്ങളോട് ഇടപെടും. ദൈവത്തിൻ്റെ ആലോചനയാൽ ദൈവം നിങ്ങളെ നിറയ്ക്കും. മാസമായിട്ടുള്ള ദൈവപ്രവൃത്തി കൊല്ലത്തും കോട്ടയത്തും എല്ലാ മേഖലയിലും എറണാകുളത്തും ഒക്കെയും കാണുവാൻ പരിശുദ്ധാത്മാവ് ഇടയാക്കും. ഇന്ന് കേട്ട തെസ്സലോനിക്കയിൽ കത്തിയ തീ അക്കാലയിലൊക്കെ കത്തിച്ചതുപോലെ, പൗലോസിനെ ഞെട്ടിച്ചതുപോലെ കർത്താവിൻ്റെ പ്രവൃത്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ ഞെട്ടിക്കാൻ വേണ്ടി പോകണം. അപ്പം ഫെബ്രുവരി നിങ്ങൾക്ക് ഈ വീഡിയോ തന്നെ ബ്രോഷർ കാണാൻ പറ്റും, എൻ്റെ പോസ്റ്റർ കാണാൻ പറ്റും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെ ഇന്ന് പ്രാർത്ഥിച്ച് യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഒന്ന് കൽപ്പിച്ച് ഇന്ന് നമ്മുടെ പ്രതിസന്ധികൾ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതമാകാൻ വേണ്ടി പോവാം. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിൻ്റെ നാമത്തിൽ ഈ രാഗി എന്ന് പേരുള്ള ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവ് എന്നെ കാണിക്കുന്നു. ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും ഉണ്ട്? രാഗി എന്ന് പേരുള്ള ഒരു വ്യക്തിയുടെ ഭവനത്തെ കർത്താവ് ഇന്ന് സ്പർശിക്കാൻ വേണ്ടി പോകുന്നു. ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണ്? ആ രജിസ്റ്റർ കുട്ടിയാണ്. ആ വ്യക്തിക്ക് വേണ്ടി ഒന്ന് വേഗത്തിൽ പ്രാർത്ഥിച്ചോണം. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് കുടുംബത്തോട് പറയണം, കർത്താവ് നിങ്ങളുടെ കുടുംബത്തിൻ്റെ അകത്ത് വലിയൊരു അനർത്ഥത്തെ മാറ്റിവിടാൻ വേണ്ടി പോകുന്നു എന്ന് പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ പരിശുദ്ധ ആത്മാവി, ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം ഞാൻ ഈ ഒരു വീടിൻ്റെ സൈഡിലായിട്ട് ഈ തടി ഇങ്ങനെ അറപ്പിച്ചതാണ്. നമ്മൾ ഈ വീടിന് പണിക്ക് വേണ്ടിയൊക്കെ നമ്മൾ നല്ല ചെറിയ പട്ടിക പോലത്തെ
അങ്ങനത്തെ സംഭവം ഉണ്ടല്ലോ, അതിങ്ങനെ അറപ്പിച്ചു കൊണ്ടുവന്ന് വീടിൻ്റെ സൈഡിൽ വെച്ചിരിക്കുന്ന ഒരു ഭവനത്തെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്നോട് കർത്താവ് ഇങ്ങനെ ഒരു വാക്ക് പറയുകയാണ്. കുറച്ച് നാളെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 7 മാസം മുമ്പ് ആ ഒരു ഭവനത്തിൻ്റെ അകത്ത് എന്നെ കാണേണ്ട കാഴ്ച, ഞാൻ ഒരു കവറും പിടിച്ചുകൊണ്ട് ഒരു സഹോദരി ഒരു കവറും പിടിച്ചുകൊണ്ട് ഒരു സ്ഥലത്തു നിന്നും വന്ന് വളരെ ടയേർഡായിട്ടൊരു കസേരയിൽ വന്നിരിക്കുന്ന ഒരു കാഴ്ചയും ആ സമയത്ത് കുറേ നേരം അവിടെ ഇരുന്ന് അതിനുശേഷം ഒരു ഫോൺ കോൾ വന്നു. ആ ഫോൺ കോളിൽ കുറേ നേരം സംസാരിച്ചു. അതിനുശേഷം വലിയൊരു സങ്കടത്തോടെ ആ മുറിക്കകത്തോട്ട് കയറിപ്പോകുന്നതും വലിയ ഒരു ഭാരത്തോടെ ഇരുന്ന ഒരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിക്കുന്നു. 7 മാസം മുമ്പ് നടന്നതാണ്. ആ വ്യക്തിയെ നോക്കിയിട്ട് കർത്താവ് പറയുന്നു, ഈ ദിവസങ്ങളിൽ അതിനുശേഷമുണ്ടായ ഒത്തിരി കാര്യങ്ങൾ മനസ്സിനെ വേദനിപ്പിച്ചൊരു വ്യക്തിയാണ്. ഇന്ന് ആ വ്യക്തിയോട് കർത്താവ് പറയുകയാണ്, ഈ നിമിഷം മുതൽ ആ 7 മാസം മുതൽ ഇങ്ങോട്ട് ഓരോരോ കാര്യങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് ഓരോ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ഭവനമാണ്. ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ അതിന് അറുതി വരികയാണ്. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി എന്ന കുടുംബത്തിൻ്റെ മേൽ സംഭവിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ സൂമിലോ ലൈവിലോ ആയിക്കോട്ടെ, ഇന്ന് ആ വ്യക്തി യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്തോണം. കർത്താവിൻ്റെ വലിയ പ്രവൃത്തി ഇന്ന് അവിടെ വെളിപ്പെടാൻ വേണ്ടി പോവാണ്. വലിയ ആശ്വാസത്തോടെ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വെളിപ്പെടാൻ വേണ്ടി പോവാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ പരിശുദ്ധാത്മാവേ, അങ്ങയുടെ വലിയ പ്രവൃത്തിയെ കർത്താവ് ഇന്ന് കുടുംബത്തിൻ്റെ മേൽ ചെയ്യുന്ന ആ വ്യക്തിയുടെ മേൽ കർത്താവ് ഇന്ന് ചെയ്യുന്നല്ലോ. അത് യേശുവിൻ്റെ നാമത്തിൽ ആരാന്ന് വെച്ചാൽ സൂമിലോ ലൈവിലോ ആയിക്കോട്ടെ ചാടി പിടിച്ചോണം. യേശുവിൻ്റെ നാമത്തിൽ സ്വന്തം തലമേൽ കൈവച്ചിട്ട് പറഞ്ഞോണം, കർത്താവെ ഞാൻ ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ ആ വിഷയത്തെ ഇന്ന് ഞാൻ യേശുവിന് അതിൽ അത്ഭുതത്തെ സ്വീകരിക്കുമെന്ന് പറഞ്ഞാട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അത് കർത്താവ് നിങ്ങളെ സാക്ഷ്യമാക്കി മാറ്റുന്നു. ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തെ അത് റിലീസ് ചെയ്യുന്നപ്പോൾ വലിയൊരു സാക്ഷ്യമാക്കി കർത്താവ് ഇന്ന് അതിനെ മാറ്റുന്നല്ലോ യേശുവിൻ്റെ നാമത്തിൽ. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ മറ്റൊരു ഭവനങ്ങളിൽ ഒരു ഹോളിൽ തന്നെ നിങ്ങൾ ഈ സമയത്ത് മ്യൂട്ട്, അപ്പോഴും ഞാൻ പറഞ്ഞ പോലെ ആലോചന കേട്ട് അതിനോട് പ്രതികരിക്കുന്നവർ മാത്രം നിങ്ങൾ മ്യൂട്ട് മാറ്റിയാൽ മതി. അല്ലെങ്കിൽ സൂമിലുള്ളവരോ ഫേസ്ബുക്കിലോ യൂട്യൂബിലൊക്കെ ലൈവ് കാണുന്നവരാണെങ്കിൽ അത് സ്വീകരിച്ചാൽ മതി. അല്ലാത്തവരൊന്നും മ്യൂട്ട് മാറ്റല്ലേ. ആലോചന ഇടപെടുന്നവർ നിങ്ങൾ മുഴുവൻ കേട്ടോണം. നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ആലോചന ആണെങ്കിൽ മാത്രം അത് സ്വീകരിക്കുക. കർത്താവ് നിങ്ങളെ അത് സാക്ഷ്യമാക്കി മാറ്റട്ടെ. അല്ലാത്തവരെല്ലാം മൈക്ക് മ്യൂട്ട് ചെയ്തോട്ടെ. എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത്. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞാൻ ഒരു മുറിക്കകത്ത് തന്നെ ഒരു ഹോളിൽ തന്നെ 2 കണ്ണാടി വെച്ചിരിക്കുന്ന 2 കണ്ണാടി നമ്മൾ കണ്ണാടി നോക്കുന്ന മിറർ വെച്ചിരിക്കുന്ന ഒരു ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുന്നു. ആ ഹോളിൽ 2 മിറർ വെച്ചിട്ടുണ്ട്. 2 കണ്ണാടി വെച്ചിട്ടുള്ളൊരു മുറിയാണ്. ഞാൻ ആ മുറി കാണുന്ന സമയത്ത് ഒരു കണ്ണാടിയിൽ എന്തൊക്കെയോ സ്റ്റിക്കറുകൾ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചേക്കുന്ന ഒരു കണ്ണാടിയാണ്. കുറേ സ്റ്റിക്കറുകൾ ഒരു മിററിൽ, മറ്റേ മിററിൽ ഫ്രീ ആണ്. ഒരു മിററിൽ ഇങ്ങനെ സ്റ്റിക്കറുകൾ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ ആ ഒരു കുടുംബത്തിന് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ ആ ഹോളിൽ തന്നെ ഒരു ടേബിൾ, ഈ ഡൈനിങ് ടേബിൾ പോലത്തെ ഒരു ടേബിൾ ഈ ഒരു ഹോളിൽ തന്നെ കൊണ്ടുവന്നിട്ടേക്കുന്ന ഒരു ഭവനമാണ് ഞാൻ കാണുന്നത്. യേശുവിൻ്റെ നാമത്തിൽ ആ കുടുംബത്തിലെ തലമുറകളെ ദൈവം തൊടുന്നതായിട്ട് പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞാനിന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ പരിശുദ്ധാത്മാവേ, ഇന്ന് ആ കുടുംബത്തിൻ്റെ മേൽ വലിയ ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടെ ഉണ്ടായി വരുന്നല്ലോ. കർത്താവിൻ്റെ വലിയ മഹത്വം ഇന്ന് അവിടെ വെളിപ്പെടുന്നല്ലോ. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ പരിശുദ്ധാത്മാവേ, അങ്ങയുടെ വലിയ മഹത്വത്തെ ആ കുടുംബം ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ ആരെന്ന് വെച്ചാൽ സൂമിലോ ലൈവിലായിക്കോട്ടെ അത് ഏറ്റെടുത്തോണം. ഇന്ന് ദൈവത്തിൻ്റെ പ്രവൃത്തി തലമുറകൾ. സിസ്റ്ററുടെ വീടാണത്. 2 കണ്ണാടി ഉണ്ട്. ഒരു അലമാരിയെ തന്നെ 1 സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ഒരു മേശയുടെ അപ്പുറത്ത് കിടപ്പുണ്ട്. ഈ പറഞ്ഞ പോലെ ഉണ്ടല്ലോ അല്ലേ. ഏറ്റെടുത്തു. കർത്താവ് ഇന്ന് ആ തലമുറകളെ അനുഗ്രഹിക്കാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ അവരുടെ ജീവിതത്തെ ടേൺ ചെയ്യിപ്പിക്കാൻ. അതുപോലെ കർത്താവിനോട് പറഞ്ഞത് പലരും വിധി പറഞ്ഞിട്ടേക്കുന്ന തലമുറയാണ്, പക്ഷേ ദൈവം അവരെ തൊടാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തി അവിടെ ഉണ്ടാകുന്നല്ലോ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന് അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുക. ഞാനൊരു പാസ്ബുക്ക് കർത്താവ് എന്നെ കാണിക്കുകയാണ്. ഈ സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ഒരു പാസ്ബുക്ക്. അത് ഒരു 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 ഇച്ചിരി പഴയ ഒരു പാസ്ബുക്കാണ്. അതിങ്ങനെ ഒരു 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 എന്താ പറയുക, ഒരു ബാഗിലല്ല, പകരം ഒരു ബോക്സ് പോലത്തെ ഒന്നിലോ ഇങ്ങനെ ഇട്ടിരിക്കുന്ന ഒരു ഭവനം കർത്താവ് എന്നെ കാണിക്കുന്നു. സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ അതിൽ ഞാൻ കാണുന്നത് എസ് എന്ന് പറയുന്ന ഒരു അക്ഷരം അതിലിങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ തന്നെ ഒരു ബോക്സിലിട്ടിരിക്കുകയാണ്. ബാഗിലല്ല, ഒരു ബോക്സ് പോലത്തെ എന്തെങ്കിലും ഇങ്ങനെ ഇട്ടിരിക്കുക.
ഇച്ചിരി പഴക്കമൊന്നും ഒത്തിരി പഴയതല്ല, എന്നാൽ ഇച്ചിരി പഴക്കമുള്ളൊരു സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ഒരിതാണ്. ആ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് എന്നോട് ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഫിനാൻസ് അല്ലെങ്കിൽ സാമ്പത്തിക മേഖലയ്ക്കകത്ത് വലിയൊരു കുരുക്ക് കിടക്കുന്നൊരു ഭവനമാണ്. സാമ്പത്തിക കുരുക്കെന്ന് പറഞ്ഞാൽ എത്ര കരകയറാൻ നോക്കിയിട്ടും എത്ര മേടിച്ചാലും തികയത്തുമില്ല, എത്ര ഓടിച്ചാലും ഓടിക്കാൻ പറ്റാത്ത രീതിയിൽ ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഭവനമാണ്. യേശുവിൻ്റെ നാമത്തിൽ ആ സാമ്പത്തിക കുരുക്ക് എവിടുന്ന് വന്നോ അത് യേശുവിൻ്റെ നാമത്തിൽ അതിനെ ബ്രേക്ക് ചെയ്യുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ പ്രത്യേകിച്ച് ആ ബാങ്കുമായിട്ടുള്ള ചില ഇടപാടുകളെ കാണിക്കുന്ന പലപ്പോഴും ഈ ബാങ്കിൻ്റെ പ്രശ്നമല്ല, ആ സാമ്പത്തിക കുരുക്ക് ആ കുടുംബമുള്ള വ്യക്തിയാണ്. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന കുരുക്കുകൾ അഴിയട്ടെ. ഇപ്പോൾ തന്നെ വലിയ ദൈവപ്രവൃത്തി ആ കുടുംബത്തിൻ്റെ മേൽ ഉണ്ടായി വരട്ടെ. ഇന്ന് യേശുവിൻ്റെ സൂമിലോ ലൈവിലോ ആയിക്കോട്ടെ, വ്യക്തി യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചോണം. ഇന്ന് ഫിനാൻഷ്യൽ ഫ്രീഡം കർത്താവ് തരാൻ വേണ്ടി പോവാണ്. നന്മയും കരുണയും നിങ്ങളുടെ ആയുഷ്കാലമൊക്കെയും നിങ്ങളെ പിന്തുടരും എന്ന വചനത്താൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇത് ഏറ്റെടുത്തോണം. ദൈവം വലിയൊരു സാക്ഷ്യമാക്കാൻ വേണ്ടി ഈ പറഞ്ഞ പോലെയാണ് സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ അതേ ഒരു കട്ടിലിന്റെ ബോക്സ് പോലത്തെ സാധനം ഉണ്ട്, അതിലെ വെച്ചേക്കുന്നത് അല്ലേ? ഏറ്റെടുത്തോട്ടെ. ഞാൻ ഈ പറഞ്ഞതെല്ലാം കേട്ടല്ലോ. വലിയൊരു ഞെരുക്കത്തെ കർത്താവ് ഇന്ന് പൊട്ടിക്കുക. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തിയെ ഞങ്ങൾ തുറന്നു വിടുന്നപ്പോൾ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ പരിശുദ്ധാത്മാവേ, ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞാൻ മറ്റൊരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിക്കുകയാണ്. അത് ആ വ്യക്തിയെ കാണിക്കുന്ന സമയത്ത് ആ വ്യക്തി ഈ ദിവസങ്ങളിൽ ഒരു ബസ്സിലെ യാത്ര ചെയ്ത് തൻ്റെ ഒരു സഹോദരിയെ കാണാൻ വേണ്ടി ഒരു ബസ്സിലൊരു യാത്ര ചെയ്ത് പോയതിന് ശേഷം അന്ന് വൈകുന്നേരം തന്നെ, ഞാൻ ഈ കർത്താവ് എന്നെ കാണിക്കുന്ന അടയാളം വെച്ച് പറയുകയാണ്, അന്ന് വൈകുന്നേരം തിരിച്ചു വന്നു. വന്ന സമയത്ത് ആ ക്ലോക്കിലെ സമയം ഒരു 5 മണിയാണ് കാണിക്കുന്നത്. തിരിച്ച് ആ ഭവനത്തിലേക്ക് തൻ്റെ സഹോദരിയെ കണ്ട് മടങ്ങി വന്നു. ആ മടങ്ങി വന്ന് 5 മണിയായപ്പോൾ ഭവനത്തിലോട്ട് കയറി. അതിനുശേഷം ഞാൻ കാണുന്നത്, അതിനുശേഷം ഒരു കുറച്ച് മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പം ആ കുടുംബത്തിലെ ഒരു തലമുറ ആ ഭവനത്തിലോട്ട് കയറി വന്നു. ആ തലമുറയായിട്ട് ചില സംസാരങ്ങളുണ്ടായി. എന്നാൽ ആ തലമുറ നിമിത്തം ഒരു ഭാരത്തിലിരിക്കുന്ന ഒരു സഹോദരിയാണ്. ഈ സഹോദരിയുടെ ഭവനത്തിൽ ചെന്നപ്പോൾ പോലും ഈ തലമുറയെപ്പറ്റിയുള്ള ഭാരത്തെ അവിടെ ഷെയർ ചെയ്തൊരു വ്യക്തിയാണ്. ആ വ്യക്തി ഇന്ന് തന്നെ കേൾക്കുന്നുണ്ട്. ഇന്നു മുതൽ തലമുറയെപ്പറ്റി ആരോടും പറയണ്ടെന്ന് കർത്താവ് പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ അവന് വേണ്ടി വചനം പറഞ്ഞോണം. ആ തലമുറയെ ദൈവം സാക്ഷ്യമാക്കാൻ വേണ്ടി പോവാന്ന് പറയുന്നു. അതാരാണോ ഇന്ന് സൂമിലോ ലൈവിലോ ആയിക്കോട്ടെ, ആ വ്യക്തി യേശുവിൻ്റെ നാമത്തിൽ ആ തലമുറയ്ക്ക് വേണ്ടി ഏറ്റെടുത്തോണം. ദൈവം ഇന്നൊരു അത്ഭുതമാക്കാൻ വേണ്ടി പോവാണ്. ഇന്ന് തലമുറയെ ഓർത്തിനി ഭാരപ്പെടണ്ട എന്ന് കർത്താവ് പറയുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ വലിയ പ്രവൃത്തി ഇന്ന് ആ കുടുംബത്തിൻ്റെ മേലെ അങ്ങ് ചെയ്യുന്നല്ലോ. വൻ കാര്യങ്ങളെ കർത്താവ് ഇന്നവിടെ തുറക്കുന്നല്ലോ. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്ത്, പറയാനുള്ളവരല്ലാതെ ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്ത് യേശുവിൻ്റെ നാമത്തിൽ അത് റിലീസ് ചെയ്യുന്നപ്പോൾ കർത്താവിൻ്റെ വലിയ പ്രവൃത്തിയെ കർത്താവ് അവിടെ ചെയ്യുന്നല്ലോ. ഇന്ന് ഞങ്ങൾ ആ കുടുംബത്തിൻ്റെ മേൽ റിലീസ് ചെയ്യുന്നപ്പോൾ ആ കുടുംബത്തിൽ തലമുറയെ ഇന്ന് നശിപ്പിക്കുവാൻ നോക്കുന്ന സകലത്തെ ഞങ്ങളിപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ബ്രേക്ക് ചെയ്യുന്നു. നന്മ തുറക്കട്ടെ, അനുഗ്രഹം തുറന്നു വരട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ അത് സ്വീകരിച്ചാട്ടെ. വലിയ പ്രവൃത്തിയാൽ കർത്താവ് അത് തുറക്കാൻ വേണ്ടി പോവാണ്. വൻ കാര്യങ്ങളെ കർത്താവ് അത് ചെയ്യുവാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ മറ്റൊരു കുടുംബത്തിന് വേണ്ടി തന്നെ കർത്താവിനെ കാണിക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഞാൻ കാണിക്കുന്നത്. പെൺകുട്ടി എന്ന് പറഞ്ഞാൽ ചെറിയ പെൺകുട്ടിയല്ല, ഈ ഏകദേശം ഒരു 30 വയസ്സ് അടുത്ത് പ്രായമുള്ള ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയുടെ ഒരു മാതാവിനെ കർത്താവ് എന്നെ കാണിക്കുകയാണ്. ആ മകളെ ഓർത്ത് ഒരു ഭാരപ്പെട്ടിരിക്കുകയാണ്. ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ കാണുന്നൊരു കാഴ്ച, ഈ ദിവസങ്ങളിൽ ഒരു കഴുത്തിലിട്ടിരുന്ന ഒരു മാല റീപ്ലേസ്, അതായത് ഞാൻ കാണുന്ന ഉണ്ടായിരുന്ന ഒരു മാല ഊരി മാറ്റിയതല്ല, അത് മാറ്റേണ്ടി വന്നു. ഇപ്പം വേറൊരു മാല ധരിച്ചിരിക്കുന്ന ഒരു സമയം, അതായത് ആ മാല ഊരി മറ്റൊരു മാല ധരിച്ചിരിക്കുന്ന ഒരു സമയം, ആ ഒരു ടൈമാണ് കർത്താവ് എന്നെ കാണിക്കുന്നത്. ആ വ്യക്തിക്ക് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമ്പോൾ എന്നെ കാണിക്കുന്നു. ആ ഒരു മാല
മാറ്റേണ്ടി വന്നത്. എനിക്കറിയത്തില്ല അതെന്താ അങ്ങനെ കാണിക്കുന്നത്, എനിക്കറിയത്തില്ല. മാല ഊരി മാറ്റി മറ്റൊരു മാല ഇട്ടിരിക്കുന്ന ഒരു കാഴ്ച എന്നെ കാണിക്കുന്നു. ആ ഒരു സമയം പ്രത്യേകിച്ച് ഈ തലമുറയുമായിട്ട് ബന്ധപ്പെട്ട് വല്ലാത്തൊരു ഭാരത്തിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ്. യേശുവിൻ്റെ നാമത്തിൽ എന്നാൽ ആ മാലയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കാണുന്നൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഞാൻ കാണുന്നത് അത് പിന്നീട് എടുക്കുന്നില്ല, മറ്റൊരു മാലയാണ് ഇടുന്നത്. ആ ഒരു വിഷയത്തിൽ എന്ന് കർത്താവ് എന്നെ കാണിക്കുന്ന ഒരു വാക്കുണ്ട്, പറയുന്നു ചില നഷ്ടങ്ങൾ ഉണ്ടാകേണ്ട അവസ്ഥ, ചില നഷ്ടങ്ങൾ ഉണ്ടായി പോകേണ്ട ചില അവസ്ഥ ജീവിതത്തിൽ ഉണ്ടാകും എന്നൊരു ഭയം, ഭയങ്കരമായിട്ട് ഭാരപ്പെടുക, ഭയങ്കരമായിട്ട് അതിനെ ഭാരപ്പെടുന്നൊരു വ്യക്തിയാണ്. ഇപ്പോൾ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നു, ഇനി അത് ഭാരം വേണ്ട. കർത്താവ് ഇന്ന് കുടുംബത്തെ തൊടാൻ വേണ്ടി പോവാണ്. എന്റെ വീട്ടിലാ, സിസ്റ്ററുടെ എന്റെ വീട്ടിലാണ്. മോളുടെയാണ്. എന്റെ മോളുടെ ആദ്യം ഒരു ദിവസം കമ്മൽ ഊരി ഇങ്ങനെ സ്റ്റെയറിൽ വീണു, അത് കിട്ടി. അത് കഴിഞ്ഞ് അതിന്റെ അടുത്ത ദിവസം കഴുത്തേലിട്ടിരുന്ന മാലയുടെ കൊളുത്തൂരി. അപ്പൊ ആ മാല ഇതുപോലെ ബ്രദർ പറഞ്ഞ പോലെ നഷ്ടപ്പെടാനാന്നോന്ന് പേടിച്ചിട്ട് ആ മാല മാറ്റിയിട്ട് ഇപ്പൊ വേറൊരു മാലയായിട്ടിരിക്കുന്നേ. ആമേൻ ആമേൻ. ഞാൻ അത് വലിയൊരു സാക്ഷി സിസ്റ്ററെ. കാരണം വെച്ചാൽ എത്ര പേരത് കേട്ടായിരുന്നു? എനിക്കത് ഈ മാല മാറ്റുന്ന എന്താന്ന് എനിക്ക് പിന്നെ മനസ്സിലായില്ല. എത്ര പേരത് കേട്ടായിരുന്നു ഈ ആലോചന? കൊളുത്തൂരി അവളുടെ കയ്യിൽ തന്നെ കിട്ടി. അപ്പൊ തലേന്ന് കമ്മൽ ഊരി. ഒരു മിനിറ്റ് സിസ്റ്ററെ, ഒരു മിനിറ്റ്. ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്ത്, കാര്യം വെച്ചാൽ ഞാനിത് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിനോട് പറയുകയാണ്, ഈ മാല ഊരുന്നത് കാണിക്കുന്നുണ്ട്, പിന്നെ മാല ഇടുന്നില്ല, വേറൊരു മാല ഇടും. അപ്പം ഞാൻ ഓർത്ത് എന്തുവാ ഈ മാലയായിട്ട് ഇതിന് ബന്ധം? മാല എന്തിനാ ഊരി? ബാക്കി എല്ലാവരും മ്യൂട്ട്. ആ സൗകര്യം മാത്രം മ്യൂട്ട് വെച്ചിട്ട് ബാക്കി എല്ലാവരും മ്യൂട്ട് വരും മാറ്റിക്ക്. അപ്പൊ കർത്താവ് എത്ര ഊരി വീണു, അത് കണ്ണു മുൻപിൽ പെട്ടു, അതെടുത്തു. അതിന്റെ പിറ്റേന്ന് തന്നെയാണ് ഈ മാല ഊരുന്നത്. അതിന്റെ ഒരു 2 ആഴ്ചക്ക് മുമ്പ് എന്റെ കയ്യിലെ വാച്ച് ഇതുപോലെ നഷ്ടപ്പെട്ടു. അപ്പൊ ഈ നഷ്ടപ്പെടും എന്നുള്ളൊരു ഭയം പിശാച് അകത്തോട്ട് കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ മനസ്സിലും ഈ ഭയം ജീവിതത്തിൽ മുഴുവനും ഉണ്ട്. ഭയങ്കര ഭയമാണ്, ഭയങ്കര ഭയവും ഭാരവും. നമ്മുടെ നാട്ടുഭാഷ പറ ആദി കയറ്റുക. ഇന്ന് അതിൻ്റെ മേൽ ജയം ഉണ്ടാവുക. അത് പിശാചിന്റെ തന്ത്രമാണ്. ദുഃഖകരമായിട്ട് വലിയൊരു അനർത്ഥം സംഭവിക്കുമെന്നൊരു ഭയവും കൂടെ പിന്നെയും കയറ്റും. എന്തോ സംഭവിക്കാൻ പോകുന്നു, ഇതെല്ലാം ഞാൻ ചോദിച്ചോട്ടെ സിസ്റ്റർ, ഇങ്ങനെ ഈ കാര്യങ്ങളെല്ലാം ഞങ്ങളെല്ലാം ഷെയർ ചെയ്തിട്ടുണ്ടോ? ഇതുപോലെ ദൈവം എത്രത്തോളം കാണുന്നു, ദൈവം എത്രത്തോളം കാണും. ഞാനിത് പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അന്ന് ലിറ്ററലി, അതായത് സിസ്റ്റർ എന്നാണ് ഇതെല്ലാം സംഭവിച്ചത്? ഈ നടന്നത്, ഈ മാല ഊരി വെച്ചതൊക്കെ എന്നാ? സിസ്റ്റർ കേൾക്കുന്നുണ്ടോ സിസ്റ്ററെ? ഒന്നുകൂടെ ഒന്ന് സിസ്റ്റർ കേൾക്കുന്നുണ്ടോ? എത്ര സിസ്റ്ററെ? 5-6. അപ്പോൾ 5-6 ദിവസം മുമ്പ് നടന്ന ഈ കാഴ്ചയാണ് കർത്താവ് എന്നെ കാണിച്ചു തന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി, 5-6 ദിവസം മുമ്പ് അവരുടെ വീടിൻ്റെ അകത്ത് നടന്ന കാര്യം. സിസ്റ്റർ ഏത് സ്ഥലത്താ? കേരളത്തിൽ എവിടെയാ? എറണാകുളം, ആലുവ. ഞാൻ എവിടെ നിന്ന് പ്രാർത്ഥന എന്നറിയാവോ? അറിയാം. എവിടുന്നാ? യുകെ. അപ്പൊ നമ്മൾ തമ്മിൽ കാണാൻ വല്ലോ സാധ്യതയുണ്ടോ? കോട്ടയത്ത് മീറ്റിങ്ങിന് വന്നിരുന്നു, ജസ്റ്റ് പ്രാർത്ഥിച്ചു പോരുന്നു. വിഷയങ്ങൾ അല്ല, എന്നാ പോലും ഈ 5 ദിവസം മുമ്പ് നടന്ന കാര്യം കാണാൻ വല്ല വഴിയുണ്ടോ? ഒരു വഴിയില്ല. കർത്താവ് എത്രത്തോളം നിങ്ങളുടെ ഭവനത്തെ കാണുന്നു ദൈവം. മോളുടെ ഹസ്ബൻഡ് നമ്മൾ എത്രത്തോളം കർത്താവ് നമ്മുടെ ഭവനത്തെ കാണുന്നു ദൈവം, നമ്മുടെ വേദനകളെ ദൈവം. അതുകൊണ്ടാണത് ഞാൻ എടുത്തെടുത്ത് ചോദിക്കുന്നത്. ഇത് കാണിച്ചു എന്നതിനേക്കാൾ ഉപരി ദൈവം എത്രത്തോളം നമ്മളെ കാണുന്നു. അത്രയും ദൂരങ്ങൾ, മൈലുകൾ താണ്ടി നിൽക്കുന്ന ആ കുടുംബത്തിൽ 5 ദിവസം മുമ്പ് നടന്നു. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ബ്രദർ, ഈ മാല ഊരിപ്പോയതും മാല ഊരി മാറ്റി വെച്ചതുമായ ആ വിഷയം ഇതെന്തിനാ കർത്താവ് ഇതെല്ലാം വെളിപ്പെടുത്തുന്നത്? നിങ്ങളെന്ന വ്യക്തിയെ നിങ്ങളോട് തന്നെയാണ് ദൈവം സംസാരിക്കുന്നു എന്ന് നിങ്ങൾക്കൊരു വിശ്വാസം ഉണ്ടാകാൻ വേണ്ടിയാണ്. ദൈവം ഇത് കാണുന്നു എന്ന് നിങ്ങളുടെ ഉള്ളിൽ ആ ഉറപ്പും ധൈര്യവും തരാൻ വേണ്ടിയാണ് കർത്താവ് ഈ പ്രവചന ആലോചന വെളിപ്പെടുത്തുന്നത്. ആലോചിച്ച് നോക്കി, ഞാനതാണ് പ്രാർത്ഥിക്കും. എനിക്ക് മനസ്സിലായില്ല. ഈ മാല ഊരുന്നു, പിന്നെ ആ മാല മാറ്റി വേറൊരു മാല ഇടുന്നു. അപ്പം ഞാൻ ഓർത്ത് എന്തുവാ ഇത് കാണിക്കുന്നത്? അപ്പം പെട്ടെന്ന് എൻ്റെ ഉള്ളിലേക്ക് വന്ന് നഷ്ടം വരുമെന്നുള്ള ഭയം. അപ്പോഴാണ് സിസ്റ്റർ പറഞ്ഞേക്കുന്നത്, തലേദിവസം ആദ്യം എന്ത് ചെയ്തു, അത് നഷ്ടപ്പെട്ടു, ഇതും നഷ്ടപ്പെട്ടു പോകുന്നൊരു ഭയം. അത് ഊരിപ്പോയപ്പോൾ പിന്നെ അടുത്ത ഭയം, ഇത് ഉള്ളിൽ കയറ്റി നഷ്ടങ്ങളെ കൊണ്ടുവരുവാൻ നോക്കുന്ന പിശാചിൻ്റെ സകല പ്രവൃത്തികളെയും യേശുവിൻ്റെ നാമത്തിൽ കുടുംബത്തിൽ നിന്ന് ഞങ്ങളതിനെ വെട്ടി നീക്കുന്നു. വലിയ ദൈവസമാധാനം ഉണ്ടാകട്ടെ, വലിയ നന്മയുണ്ടാകട്ടെ. ഇപ്പോൾ തന്നെ ആദ്യം മാറി, യേശുവിൻ്റെ നാമത്തിൽ പരാജയങ്ങൾ മാറി, പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തി അവിടെ ഉണ്ടാകട്ടെ.
ഞങ്ങൾ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തി എന്ന് അവിടെ വെളിപ്പെടുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവെ, ആ നിന്ന തീരട്ടെ, പരിഹാസങ്ങൾ മാറട്ടെ. ഞങ്ങളുടെ ദൈവം, എല്ലാവരും ഒന്ന് നന്ദി പറഞ്ഞു. എൻ്റെ യേശുവേ, അങ്ങ് എത്രത്തോളം ഞങ്ങളെ കാണുന്നു. ഞാനിപ്പോൾ നിങ്ങൾ ചിന്തിച്ചുകൊണ്ട് ഇവിടുന്ന് ബ്രദർ ഇരുന്നുകൊണ്ട് ഏതാണ്ടൊക്കെ വിളിച്ചു പോകുന്നതല്ല. നിങ്ങൾക്കിപ്പോൾ മനസ്സിലായല്ലോ കർത്താവ് നമ്മളെ എത്രത്തോളം കാണുന്നു, ദൈവം നമ്മളെ എത്രത്തോളം കണ്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ പ്രാർത്ഥനയോടെ ഇരിക്കുക. പരിശുദ്ധാത്മാവ് നിങ്ങളെ ലൊക്കേറ്റ് ചെയ്യും. ദൈവം നിങ്ങളുടെ വിഷയങ്ങളെ കയറി തൊടും. ദൈവം നിങ്ങളുടെ പ്രശ്നത്തിൻ്റെ മേൽ വെളിപ്പെടും. ഏത് പ്രതികൂലമായിക്കോട്ടെ കർത്താവ് നിങ്ങളുടെ ജീവിതത്തെ സംസാരിക്കും. യേശുവേ നന്ദി കർത്താവേ, പരിശുദ്ധാത്മാവേ, അങ്ങയുടെ വലിയ പ്രവൃത്തിക്കായി ഞങ്ങൾ സ്തുതിക്കുന്നപ്പ. എൻ്റെ കൂടെ ഇന്ന് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. അങ്ങ് ഞങ്ങൾ വാഴ്ത്തുന്നപ്പ. അങ്ങ് ഞങ്ങളെ എത്രത്തോളം കാണുന്നപ്പ. ഞങ്ങളുടെ ചെറിയ കാര്യങ്ങളെ പോലും യേശുവേ കർത്താവ് ഞങ്ങളെ കാണുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവേ, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഞാനൊരു മറ്റൊരു വ്യക്തി കൂടെ കർത്താവിനെ ഇതേപോലെ കാണിക്കും. ഒരു ഓട്ടോറിക്ഷയിൽ വീടിൻ്റെ വാതിക്കൽ വന്നിറങ്ങി ആ വ്യക്തിയുടെ കരത്തിൻ്റെ മേൽ വലിയൊരു നമ്മുടെ ഈ തുണിക്കടയിൽ ഒരു കൂടും, അതുകൂടാതെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറും ഒരു കറുത്ത ബാഗും വെച്ചുകൊണ്ട് ആ വണ്ടിയെ നിറങ്ങി ഭവനത്തിലേക്ക് വരുന്ന ഒരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് 2 തലമുറകളെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഭവനത്തിലോട്ട് കയറുന്ന സമയത്ത് കയറി വരുമ്പോൾ തന്നെ ഒരു പെൺ തലമുറ ആ സമയത്ത് ആ ഒരു സഹോദരിനെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ആ സഹോദരി ഒരു പെൺ തലമുറയാണ് വീടിൻ്റെ അകത്തോട്ട് കയറുമ്പോൾ കാണുന്നത്. അതിന് ശേഷം അകത്തോട്ട് പോയി തിരിച്ച് മടങ്ങി വന്ന് ഞാൻ കാണുന്നൊരു കാഴ്ച, ഫോണുമായിട്ട് ഇരിക്കുന്ന ഒരു കാഴ്ച കാണിക്കുന്നു. അതിനുശേഷം അന്ന് രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് തന്നെ വലിയൊരു ഭാരത്തോടെ സങ്കടത്തോടെയാണ് കിടന്നുറങ്ങുന്നത്. ആ വ്യക്തിയെ ഇന്ന് കർത്താവ് സ്പർശിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആ വ്യക്തിയുടെ മേൽ പരിശുദ്ധാത്മാവെ അങ്ങയുടെ വലിയ പ്രവൃത്തി എന്ന് കർത്താവ് ചെയ്യുന്നല്ലോ. ഇന്ന് സൂമിലോ ലൈവിലോ ആയിക്കോട്ടെ, ആ വ്യക്തി എന്നെ കേൾക്കുന്നുവെങ്കിൽ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ കർത്താവിനോട് ഒരു വാക്ക് പറയുകയാണ്, നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്തു നിന്നും ദൈവം നിങ്ങളെ ഫലം കായ്ക്കുന്ന ഒരു വൃക്ഷമാക്കി മാറ്റാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പം വൻ കാര്യങ്ങളെ കർത്താവ് അങ്ങ് പ്രവർത്തിക്കുന്നല്ലോ. വലിയ പ്രവർത്തികളെ ഇന്ന് പരിശുദ്ധാത്മാവെ അങ്ങ് ചെയ്യുന്നല്ലോ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവ് ഞങ്ങൾ ഇന്ന് സൂമിലും ലൈവിലുമായി കർത്താവെ ഇന്ന് അങ്ങയുടെ പ്രവൃത്തിയെ കാണുമ്പോൾ, അങ്ങയുടെ പ്രവൃത്തിയെ സ്വീകരിക്കുമ്പോൾ യേശുവെ അങ്ങ് ഞങ്ങളുടെ കൂടെയുള്ളതിന് നന്ദി പറയുന്നപ്പോൾ ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിനോട് പറയുകയാണ്, നിങ്ങളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തു നിന്നും ദൈവം നിങ്ങളെ മേൽത്തരമായ ഒന്നിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ നഷ്ടങ്ങളൊക്കെയും ലാഭമാക്കാൻ വേണ്ടി പോവുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ അത് ആരാധന വെച്ചാൽ സ്വീകരിച്ചോണം. കർത്താവിൻ്റെ വലിയ പ്രവൃത്തി ഇന്ന് കണ്ണുകൊണ്ട് കാണാൻ വേണ്ടി പോവാണ്, അനുഭവിക്കാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ എൻ്റെ കൂട്ടത്തിൽ വേഗത്തിൽ കൈയെടുത്ത് വെച്ച് നമുക്ക് സമയം മുന്നോട്ട് പോയി വേഗത്തിൽ കരവെടുത്ത് വെച്ചാട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ പരിശുദ്ധാത്മാവേ, ഇന്ന് എല്ലാ രോഗത്തെയും ഞങ്ങൾ കൽപ്പിക്കുന്നു. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ വലിയ സാക്ഷ്യങ്ങളെ കേൾക്കുക. ഞാൻ പിന്നെയും പറഞ്ഞു, നമ്മുടെ എല്ലാ സ്ഥലങ്ങളിലും സാക്ഷ്യങ്ങൾ പറയുവാൻ നിങ്ങൾക്ക് അവസരങ്ങളുണ്ട്. ദൈവത്തെ ഉയർത്തുവാനുള്ള ഏറ്റവും വലിയ അവസരമാണ് നന്ദി കാണിക്കുക. ദൈവം ചെയ്ത ഉപകാരങ്ങളെയൊക്കെ മറക്കരുതെന്നാണ് പറഞ്ഞു, ഓർക്കണമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് അതിനുള്ള അവസരങ്ങളാണ് സാക്ഷ്യങ്ങൾ പറയുവാൻ ലഭിക്കുന്ന അവസരങ്ങൾ. ഇപ്പോൾ കർത്താവ് രോഗത്തോട് കൽപ്പിക്കുന്നു. കർത്താവിൻ്റെ വചനം പറഞ്ഞാൽ ദൈവരാജ്യം പ്രസംഗിപ്പാനും രോഗികളെ സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും, ദൈവരാജ്യത്തിൻ്റെ പ്രത്യേകത മുടന്തൻ തുള്ളും ചികടൻ കേൾക്കും ഊമൻ സംസാരിക്കും, മരിച്ച ഡെഡ് ബോഡി ഉയർത്തെഴുന്നേറ്റ് വരും. യേശുവിൻ്റെ നാമത്തിൽ ദൈവരാജ്യത്തിൻ്റെ ശക്തി ആ രോഗത്തിൻ്റെ മേൽ വ്യാപരിക്കുന്നല്ലോ. ദൈവരാജ്യത്തിൽ യേശു പറഞ്ഞു, ആത്മാവ് കൊണ്ട് ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിലുണ്ട് സ്പഷ്ടം. ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, ആ രോഗത്തെയും രോഗത്തിൻ്റെ ആത്മാവിനെയും യേശുവിൻ്റെ നാമത്തിൽ രോഗശക്തിയെ ഞങ്ങൾ പുറത്താക്കുന്നു. വലിയ ദൈവപ്രവൃത്തി നിറയട്ടെ, പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി അവിടെ നിറയട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പോൾ
യേശുവിൻ്റെ നാമത്തിൽ. കൈയെടുക്കുമ്പോൾ വേദന ഉള്ളിടത്ത് കൈവച്ച് കൈയെടുക്കുമ്പോൾ വേദന അവിടെ കാണത്തില്ല, രോഗം അവിടെ കാണത്തില്ല, മുഴ അവിടെ കാണത്തില്ല, ക്യാൻസർ അവിടെ കാണത്തില്ല. ഇന്ന് തെസ്സലോനിക്ക സഭക്കാർ പറഞ്ഞതുപോലെ ബഹു കഷ്ടത്തിലിരുന്നപ്പോഴും അവർ പരസ്പരം തമ്മിൽ അവർ ചെയ്തു പോകുന്നത് വചനം പറഞ്ഞ് പ്രബോധിപ്പിച്ചു. യേശുവിൻ്റെ മുറിവ് നിൻ്റെ രോഗത്തെ മാറ്റിയിരിക്കുന്നു, യേശു നിൻ്റെ വേദന വഹിച്ചിരിക്കുന്നു, യേശു നിൻ്റെ തകർച്ച വഹിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞവരെ ബലപ്പെടുത്തിയതുപോലെ ഇത് അത്ഭുതത്തിൻ്റെ സമയമാണ്. ഉയർച്ച തന്നെ പ്രാപിക്കത്തുള്ളൂ, താഴ്ച പ്രാപിക്കത്തില്ല. രോഗം നിങ്ങളെ ജയിക്കത്തില്ല, രോഗശക്തി നിങ്ങളെ ജയിക്കത്തില്ല. ഈ നിമിഷം കൽപ്പിക്കുന്നു, സൗഖ്യമാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. വേദന വിട്ടുമാറി നന്ദി കർത്താവേ. അത്ഭുത സൗഖ്യത്തിന് നന്ദി, അത്ഭുത സൗഖ്യത്തിന് നന്ദി കർത്താവേ. നന്ദി കർത്താവേ, അങ്ങ് തൊട്ട് പിടിവിച്ച കൃപയ്ക്ക് നന്ദി, അങ്ങ് അത്ഭുതം ചെയ്ത കൃപയ്ക്ക് നന്ദി. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഈ സമയത്ത് നിങ്ങൾക്ക് സാക്ഷ്യം പറയാനുള്ള അവസരമാണ്. ഒരേ ആലോചന ഒരേപോലെ വെളിപ്പെട്ടവർ എടുത്തു പറയണ്ട, എപ്പോഴും ഞാൻ പറയുന്നതാണ്. ഈ സമയം നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. നിങ്ങളുടെ ഏത് പ്രാർത്ഥനാ വിഷയമായിക്കോട്ടെ, അത്ഭുതം നടന്നു കഴിഞ്ഞു. നിങ്ങൾ നന്ദി പറഞ്ഞാൽ മാത്രം മതി, അതിൻ്റെ വലിയ പ്രവൃത്തി കാണാൻ പറ്റും. നമുക്ക് കർത്താവിൻ്റെ വേലയിൽ വിതച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. ഇന്നും എനിക്ക് എല്ലാവർക്കും വ്യക്തിപരമായിട്ട് മറുപടി കൊടുക്കുവാൻ കഴിഞ്ഞില്ലെങ്കിലും നിങ്ങളുടെ വിധ കർത്താവിൻ്റെ നാമത്തിൽ അനുഗ്രഹമാണ്. മുന്നോട്ടും കർത്താവിൻ്റെ വേലയിൽ വരാൻ പോകുന്ന എല്ലാ പ്രാർത്ഥനകൾക്കും വിതയ്ക്കുവാൻ നിങ്ങൾക്ക് അവസരമുണ്ട്. ബ്രദറിന് കൊടുക്കുവല്ല, നിങ്ങൾ പിരിവ് കൊടുക്കുവല്ല, നിങ്ങളെ പിടിച്ചു പറിച്ച് മേടിക്കുമൊന്നുമല്ല. ഞാൻ എപ്പോഴും പറഞ്ഞാൽ ഒരു കണക്കും എൻ്റെ കയ്യിലില്ല, കർത്താവിൻ്റെ കയ്യിലാണ്. ബൈബിൾ പറഞ്ഞതുപോലെ വിതയ്ക്കുന്നവൻ കൊയ്യും, അമർത്തി കൊടുക്കുന്ന അളവിൽ അവൻ്റെ മടിയിൽ ലഭിക്കും. ദൈവത്തിൻ്റെ വയലിൽ വിതയ്ക്കുന്ന നിങ്ങളെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ അധ്വാനം നിങ്ങൾ തന്നെ ഭക്ഷിക്കും. നിങ്ങൾ ഭാഗ്യവാൻ. നന്മ വരും. വാരി വിതറി കൊടുക്കുവാൻ സമൃദ്ധി ഉണ്ടാകും. വായ്പ മേടിക്കത്തില്ല. യേശുവിൻ്റെ നാമത്തിൽ ജോലിയിലായിക്കോട്ടെ, ബിസിനസ്സിലായിക്കോട്ടെ വർദ്ധിക്കട്ടെ. അവരുടെ ദശാംശങ്ങളായിക്കോട്ടെ, കർത്താവ് അവരുടെ ഓഫറിങ്ങുകളായിക്കോട്ടെ, എല്ലാം ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു യേശുവിൻ്റെ നാമത്തിൽ. അത് സുവിശേഷ വേലയിൽ അത് പ്രതിബിംബിക്കുമ്പോൾ എല്ലാ മേഖലയിലും കർത്താവിൻ്റെ വചനം പറഞ്ഞാൽ തിന്നാലും കുടിച്ചാലും എന്തു ചെയ്താലും സുവിശേഷ നിമിത്തമാണല്ലോ, അതൊരു അനുഗ്രഹമായി തീരട്ടെ. ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. ഈ സമയത്ത് സാക്ഷ്യമുള്ളവരുണ്ടെങ്കിൽ വേഗത്തിൽ ചുരുക്കം വാക്കുകൾ പെട്ടെന്ന് സാക്ഷ്യമുള്ളവർ പറഞ്ഞോട്ടെ. നിങ്ങളുള്ളവർ വേഗത്തിൽ പറഞ്ഞോണേ. അധിക സമയം ഇന്ന് എടുക്കുന്നില്ല, പെട്ടെന്ന് തന്നെ നമ്മളിത് ക്ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഉള്ളവർ പെട്ടെന്ന് പറഞ്ഞോട്ടെ. പറഞ്ഞു സിസ്റ്റർ. എന്റെ പേര് പ്രിയ എന്നാണ്. ഇന്നലെ പറഞ്ഞ ഒരു മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് ഒരു പെട്ടിയുടെ ഉള്ളിൽ വെച്ചിരിക്കുന്നുവെന്ന്. അതെന്റെ സർട്ടിഫിക്കറ്റ് ആണ് പേപ്പറുകളുടെ നടുക്കിൽ വെച്ചേക്കണത്. ഇന്നലെ സിസ്റ്ററുടെ ഇതായിരുന്നത് അല്ലേ? ഇന്നലെ പിന്നെ 1969 നമ്പർ പറയുന്നുണ്ടായിരുന്നു. അത് ഹസ്ബൻഡിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. പിന്നെ ഹലോ പറഞ്ഞു കോതമംഗലത്തെ സ്ഥലം പറഞ്ഞ് ഒരു ഇറങ്ങി ബസ് ഇറങ്ങി റൈറ്റിലെത്താനൊക്കെ പറഞ്ഞില്ലേ, അത് എന്റെ വീടാണ് കോതമംഗലത്ത്. അത് വല്യച്ഛന്റെ മോനായിട്ട് ആ സ്ഥലം ഒരു സ്ഥലം കിടക്കണം, അത് KC കിടക്കുന്ന ഒരു സ്ഥലമാണ്. അത് ഏറ്റെടുക്കുന്നു. സിസ്റ്റർ ഈ കാര്യം വല്ല സിസ്റ്റർ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കോതമംഗലത്ത് ബസ് ഇറങ്ങിയിട്ട് നടന്നു പോകുന്ന റൈറ്റ്. വല്യച്ഛന്റെ മോൻ ഒത്തിരി വർഷങ്ങളായിട്ട് ഞങ്ങളെ ആഭിചാരമൊക്കെ ചെയ്ത് ഒത്തിരി ഞങ്ങളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഞങ്ങൾ ആകെ യേശുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ. അല്ല സിസ്റ്റർ, ഈ കാര്യങ്ങൾ വല്ലതും ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ സിസ്റ്റർ? ഇല്ല, ബ്രദറിനോട് പറഞ്ഞിട്ടില്ല. ഈ സിസ്റ്ററുടെ സർട്ടിഫിക്കറ്റിന്റെ കാര്യവും ഡേറ്റ് ഓഫ് ബർത്തിന്റെ കാര്യവും വല്ലോ സിസ്റ്റർ ഈ കാര്യമെല്ലാം ഞങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ടോ സിസ്റ്റർ? ഒരു കാര്യം പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ ഉറപ്പാ ഞങ്ങൾ പറഞ്ഞിട്ടില്ല സിസ്റ്റർ? ഇല്ല. എത്ര പേര് ഇന്നലത്തെ ഈ ദൈവിക ആലോചന കേട്ടായിരുന്നു? എത്ര? ഓ, എറണാകുളത്തെ പറ്റി. ആമേൻ. അപ്പൊ സിസ്റ്റർ എറണാകുളത്തെ മീറ്റിംഗ് വരുമ്പോൾ നമുക്ക് നേരിട്ട് കാണാം. അതിന് ദൈവം വലിയ പ്രവൃത്തിയാൽ നിറയ്ക്കും. കർത്താവ് ഇന്ന് ഇടപെട്ടതിന് നന്ദി. സിസ്റ്റർ പറഞ്ഞ പോലെ ഏറ്റെടുത്തോണം. ദൈവം കണ്ടതാണ്. അപ്പോൾ ദൈവം കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ടുകളും ഈ ദിവസങ്ങളിൽ കാണാൻ വേണ്ടി പോവാണ്. അനുഗ്രഹിച്ചു ഇന്ന് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. അത് ഏറ്റെടുത്തോണം. അത് കർത്താവ് ഇന്നലെ വെളിപ്പെടുത്തിയതാണ്. നിങ്ങൾ പറഞ്ഞ പോലെ ആ കോതമംഗലം എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് ബസ് ഇറങ്ങുന്നതും യാത്ര ചെയ്യുന്നതും റൈറ്റ് സൈഡിൽ ഒരു വീടും സിസ്റ്ററുടെ ഭവനമാണ്. അപ്പം ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പലപ്പോഴും ചിന്തിക്കും, ഇത് എങ്ങനെയാണ് മനസ്സിലാകുന്നത്? കർത്താവ് നിങ്ങളെ കണ്ടു എന്നതിന് ഞാൻ എപ്പോഴും ഒരു മീഡിയ മാത്രമേ ഉള്ളൂ. ദൈവത്തിന് ഒരാൾ വേണം. ബൈബിളിൽ കഴുതയെ ദൈവം ഉപയോഗിച്ചു ബിലയാമിനോട് പറയാൻ വേണ്ടി. യേശു പറഞ്ഞു, നിങ്ങൾ മിണ്ടാതിരുന്നാൽ ഈ കല്ലുകൾ ആർത്ത് വിളിക്കും. അപ്പം കല്ലോ അല്ലെങ്കിൽ ദൈവത്തെ ബൈബിളിൽ പറഞ്ഞാൽ നിങ്ങൾ വിശേഷതയുള്ളവരാണ്. നമ്മൾ ആകാശത്തിലെ പറവയേക്കാൾ ദൈവത്തിന് വിശേഷതയുള്ളവരായതുകൊണ്ട് ദൈവം ഒരാളെ ആക്കി വെച്ചു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം?
കർത്താവ് ഇന്ന് ഇടപെടുമ്പോൾ ആമേൻ പറഞ്ഞത് സ്വീകരിച്ചോണം. സിസ്റ്ററെ വലിയ സാക്ഷ്യമായിട്ട് വായിക്കും. അനേകരെ കൂട്ടിപ്പെടുത്തണം. ഞാൻ പറഞ്ഞല്ലോ, ഒറ്റയ്ക്ക് നിങ്ങൾ ആരും വരണ്ട, കൂട്ടുപിടിച്ച് പോരണം. രണ്ടുപേരെയും കൂടെ കൂട്ടിക്കൊണ്ട് വാ. യേശുവിൻ്റെ നാമത്തിൽ അവരോട് ഉറപ്പിച്ച് പറയണം, യേശു നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. ഒരു ഗ്യാരണ്ടി കൊടുത്തു. കർത്താവ് അത്ഭുതം ചെയ്യും. ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? പ്രീസ് ലോർഡ് പാസ്റ്റർ, ഞാൻ ഇന്ന് ആദ്യമായിട്ട് ഈ കൂട്ടായ്മയിൽ കയറുന്നത്. ഞാൻ റീജിയണൽ ക്യാൻസർ സെന്ററിന്റെ അടുത്തൊരു റൂമിലാണ് താമസിക്കുന്നത്. എൻ്റെ കഴിഞ്ഞ ഒരു മാസം മുമ്പ് എനിക്ക് പെട്ടെന്നൊരു സുഖമില്ലാതെ വന്നു. അതിന് ഡയഗ്നോസ് ചെയ്ത് 4th സ്റ്റേജാന്ന് അറിഞ്ഞു. എങ്കിലും ഞാൻ വിശ്വസിക്കും, ഇത് എൻ്റെ കർത്താവ് എന്ന് പറഞ്ഞതുപോലെ എന്നെ ഒരു ഫയറാക്കാൻ, എന്നെ അനേകർക്ക് മുമ്പിൽ ഒരു ടെസ്റ്റ് മണിയാക്കാൻ, ഞാൻ എപ്പോഴും വചനം പറഞ്ഞുകൊണ്ടാണ് ഞാൻ കിടക്കുന്നത്. എപ്പോഴും വചനം പറഞ്ഞേ ഞാൻ കിടക്കത്തുള്ളൂ. ഇന്ന് ഞാൻ ഇവിടെ കേറിയത് വെറുതെ അല്ല എന്ന് ഞാൻ വിശ്വസിക്കുക. എൻ്റെ കർത്താവിൻ്റെ ഒരു സാക്ഷിയായി മാറാൻ, ജീവനോടെ ഇരുന്ന് എൻ്റെ യേശുപ്പച്ചൻ്റെ മഹത്വം വർണ്ണിക്കാൻ എന്നെ ഇടവരുത്താൻ വേണ്ടി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരുമിച്ച് നമുക്ക് സിസ്റ്റർ ഒന്ന് ബ്ലെസ് ചെയ്യാം. ക്യാൻസറിൻ്റെ 4th സ്റ്റേജ് ആണെങ്കിലും യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ആ ക്യാൻസർ സെൻറ്ററിൽ ഓടി നടന്ന് യേശു എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് അനേക രോഗികളെ എണീപ്പിക്കുവാൻ യേശുവിൻ്റെ നാമത്തിൽ ശക്തി വ്യാപരിക്കട്ടെ. കർത്താവെ, ഇന്ന് തെസ്സലോനിക്ക സഭയിലെ വിശ്വാസികൾ ബഹുകഷ്ടത്തിലിരുന്നപ്പോഴും അവർ പരസ്പരം ബലപ്പെടുത്തി, ഇല്ല, യേശു നിന്റെ രോഗത്തെ വഹിച്ചതാ, യേശു നിന്റെ വേദന ചുമന്നതാ, യേശുവിൻ്റെ മുറിവിനാൽ നിനക്ക് രോഗസൗഖ്യം വന്നിരിക്കുന്നു. പരസ്പരം ബലം ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിക്കുന്നു. പ്രിയ മകളുടെ 4th സ്റ്റേജ് ക്യാൻസറെ ഞങ്ങൾ ആത്മാവിൽ വെട്ടിവിടുന്ന കർത്താവെ, ആ ശരീരത്തിൻ്റെ മേൽ തീ കത്തട്ടെ, ആത്മാവിൽ തീ കത്തട്ടെ. ആ ഹോസ്പിറ്റലിൻ്റെ അകത്ത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. ക്യാൻസർ കർത്താവെ ശരീരത്തിൽ നിന്ന് പറിച്ചു മാറ്റുന്നു. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതത്തെ ഉറപ്പിക്കുന്നപ്പ ഈ ദിവസം നിങ്ങൾ വലിയ സാക്ഷ്യം കേൾക്കും. ബൈബിൾ പറഞ്ഞതുപോലെ ഞാൻ ജീവനോടെ ഇരുന്ന്, സിസ്റ്റർ ആ വചനം പറഞ്ഞോണം, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവർത്തികളെ വർണ്ണിക്കും. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. അങ്ങനെ തന്നെ സംഭവിക്കും. ആ വചനം പറഞ്ഞുകൊണ്ട് തന്നെ ആ വചനമാകുന്ന മരുന്ന് അങ്ങോട്ട് ഭക്ഷിച്ചു. യേശു എൻ്റെ രോഗത്തെ വഹിച്ചു. കർത്താവിൻ്റെ മുറിവിൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഞാൻ ജീവനോടിരുന്ന യഹോവയുടെ പ്രവർത്തികൾ ഈ മരുന്ന് 3 നേരോ 4 നേരോ ഭക്ഷിച്ചു. വലിയ റിസൾട്ട് കാണും. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. പറയാനുണ്ട്. പറഞ്ഞു സിസ്റ്റർ. ഞാൻ ഓഗസ്റ്റ് മുതലാണ് ബ്രദറിന്റെ യൂട്യൂബ് ലിങ്ക് കിട്ടി ഞാൻ കയറി തുടങ്ങിയത്. എനിക്ക് ഒരു സാമ്പത്തിക വലിയ കുരുക്കിലായിരുന്നു. അതിന്റെ റിസൾട്ട് ഇതുവരെ കിട്ടിയില്ല. പക്ഷെ എനിക്ക് ഭയങ്കര സമാധാനം കിട്ടി. പിന്നെ വേറൊരു ഭയങ്കര സാക്ഷി എന്ന് പറയുന്നത്, ദൈവത്തിന്റെ സ്നേഹം ബ്രദറിന്റെ ടോക്കിലൂടെ ഇങ്ങനെ കിട്ടും. അത് എല്ലാവർക്കും കിട്ടുന്നുണ്ട്. എന്റെ വീട്ടിലെ അമ്മച്ചിയൊക്കെ കേൾക്കുന്നുണ്ടത്. ഞാൻ കുറെ പേർക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാ ആളുകളിലേക്കും ദൈവത്തിന്റെ സ്നേഹം ബ്രദറിലൂടെ ഒഴുകുന്നു. എനിക്ക് എറണാകുളം മീറ്റിംഗിൽ പറയാൻ വേണ്ടി വെച്ചിരുന്നതാണ്. എനിക്ക് നേരത്തെ പറയണം തോന്നി. തീർച്ചയായിട്ടും കർത്താവിൻ്റെ കൃപ. നമ്മൾ പറഞ്ഞ പോലെ പരിശുദ്ധ കേട്ടതുപോലെ തെസ്സലോനിക്ക സഭയിൽ പൗലോസും ഇല്ല, അപ്പൊല്ലോസും ഇല്ല, ആരുമില്ല. പക്ഷെ പരിശുദ്ധാത്മാവിൽ അവർ സ്നേഹത്തിലും വിശ്വാസത്തിലും വളർന്നതാണ്. അപ്പോൾ കർത്താവാണ് നിങ്ങളെയൊക്കെയും ശക്തിപ്പെടുത്തുന്നത്. നമ്മളെല്ലാവരും ഒരു സ്നേഹബന്ധത്തിൽ ഇത്രയും വർഷം ദൈവം ഒരു മുഖപരിചയം ഇല്ലാഞ്ഞിട്ടും ദൈവം നമ്മളെല്ലാവരെയും ഒരു സ്നേഹബന്ധം നിർത്തിയതിൻ്റെ പിന്നിൽ വലിയ കാറ്റടിക്കാൻ വേണ്ടി ഇപ്പോൾ എപ്പോഴും ഞാൻ പറഞ്ഞ പോലെ ലോകത്തിൽ വലിയൊരു അത്ഭുതമാക്കി നമ്മളെ ദൈവം വളർത്താൻ വേണ്ടി പോവാണ്. അതിനുവേണ്ടിയുള്ള ഒരുക്കമാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ സിസ്റ്ററെ. മറ്റാരെങ്കിലും ഉണ്ടോ? വേഗത്തിൽ പറഞ്ഞോട്ടെ സാക്ഷിയുള്ളവർ. എന്തോ ഒരു സുനി ജെസ്സി എന്ന് പറഞ്ഞ 2 പേരുടെ പേര് പറഞ്ഞ് പരിശുദ്ധാത്മാവ് ഇത് ആലോചന പറഞ്ഞു. അപ്പം ഞാൻ അന്ന് ഏറ്റെടുത്തു. പക്ഷെ ജെസ്സിക്ക് മാത്രമേ ഞാൻ അത് അയച്ചു കൊടുത്തോളൂ. ഈ മെനങ്ങാന്ന് വീണ്ടും ഇത് തന്നെ എനിക്ക് കേൾക്കാൻ പറ്റി. അപ്പൊ എന്റെ മനസ്സിൽ ഭയങ്കര ഒരു കുറ്റബോധം, ഞാൻ സുനിക്ക് അയച്ചു കൊടുത്തില്ലല്ലോ എന്ന്. അങ്ങനെ ഞാൻ സുനിക്ക് അയച്ചു കൊടുത്തു. ഇന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പുള്ളിക്കാരത്തി ഇത് കേട്ടോ, ആദ്യമായിട്ടായി കേൾക്കുന്നത്. കേട്ടിട്ട് എനിക്ക് കൈക്ക് ഭയങ്കര വേദനയായിരുന്നു. 2-3 വർഷം കൊണ്ട് തലമുടി കെട്ടാൻ പോലും പറ്റാത്ത ഒരവസ്ഥയിൽ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞതാണ്. അപ്പൊ ഇന്ന് ഒരു പൂർണ്ണ സൗഖ്യം കൊടുത്തു. ആമേൻ. ഇത് വലിയൊരു അത്ഭുതമാണ് സിസ്റ്റർ പറഞ്ഞത്. നിങ്ങൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ വചനം ഷെയർ ചെയ്യാൻ പറയുമ്പോൾ നിങ്ങൾ എന്തിക്കും ബ്രദറിന് എന്തോ വലിയ ബെനിഫിറ്റിന് വേണ്ടിയാണ്. പക്ഷേ നിങ്ങൾ കേട്ട് നോക്കിയ സഹോദരി എന്ത് ചെയ്തു? ആലോചന കേട്ടിട്ട് ഒരാൾക്ക് അയച്ചു കൊടുത്തു, മറ്റേ ആൾക്ക് അയച്ചു കൊടുത്തില്ല. പക്ഷേ എങ്കിലൊരു സങ്കടം ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് എന്ത് ചെയ്തു? പിന്നെ ഒരു പ്രേരണ ഉണ്ടായി. അയച്ചു കൊടുത്തപ്പോൾ പറഞ്ഞു കേട്ടില്ലേ, ആ മകൾ 3-4 വർഷമായിട്ട് കൈക്ക് ബുദ്ധിമുട്ടായിട്ട് മുടി ചീകാൻ പോലും പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. പക്ഷേ ആ കർത്താവിൻ്റെ ആലോചന കേട്ടപ്പോൾ തന്നെ പൂർണ്ണ സൗഖ്യം കണ്ടു. അപ്പം നിങ്ങൾ അയച്ചു കൊടുത്തതില്ലായിരുന്നെങ്കിലോ
ആ വ്യക്തി രോഗിയായി കിടക്കും, സർജറി ചെയ്യും, പിന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ട് ആവും, ജീവിതകാലം മുഴുവനും അങ്ങനെ ഇരിക്കും. പക്ഷെ ഇന്ന് അത് കൊടുത്തതുകൊണ്ട് ആ രോഗബന്ധനത്തെയും യേശു അഴിച്ചു, അത്ഭുതം ചെയ്തു. അപ്പം നിങ്ങൾ യേശുവിൻ്റെ സാക്ഷിയാകും. അപ്പോൾ അതിന് പ്രതിഫലമുണ്ട് സിസ്റ്റർ ഒന്ന് അയച്ചു കൊടുത്തതിൽ സ്വർഗത്തിൽ നിന്നാണ് പ്രതിഫലം വരുന്നത്. അത് കർത്താവ് കുടുംബത്തെയും തലമുറകളെയൊക്കെയും ദേശത്തിൽ മാനിക്കും. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ സിസ്റ്റർ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. പറഞ്ഞു. എന്തോ ബ്രദർ പറഞ്ഞു. ആ മാലയുടെ വിഷയം പറഞ്ഞ അത് ഞാനും ഏറ്റെടുക്കണം ബ്രദർ. ഏറ്റെടുത്തു സിസ്റ്റർ, കർത്താവ് അത് സാക്ഷ്യമാക്കി മാറ്റും കേട്ടോ. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു. ഇച്ചിരി മുമ്പേ ഒരു ആലോചന പറഞ്ഞായിരുന്നു. ഒരു റൂമില് ഇങ്ങനെ പലക ഇരിക്കുന്ന ഒരു റൂം പറഞ്ഞ് അത് എന്റെ വീടാണ്, ഞാൻ ഏറ്റെടുക്കുന്നു. പിന്നെ ബ്രദർ പറഞ്ഞു ഒരു കവർ പിടിച്ച്, അന്നേരം എന്റെ വീട് പണി നടക്കുകയാണ്. അന്നേരം ഞാൻ ഈ പലക അറുത്ത് വെച്ചേക്കുന്ന അവിടെ ഈ ബാത്റൂമിൽ നിന്ന് പിന്നെ സ്ലിപ്പായി ഞാൻ ഒന്ന് വീണ് ബെഡ് റെസ്റ്റിലായിരുന്നു. ഇപ്പൊ എനിക്ക് ദൈവം സൗഖ്യം തന്ന് എന്നെ തൊട്ടായിരുന്നു. ബ്രദർ തന്നെ പറഞ്ഞായിരുന്നു അന്നും ഇതുപോലെ ഒരു ആലോചന പറഞ്ഞ് ഞാൻ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് പിന്നെ സാക്ഷ്യം പറയുമെന്ന്. ഞാനത് ഒരു 3 മാസം കംപ്ലീറ്റ് റെസ്റ്റ് ആയില്ല. അതിനു മുമ്പ് തന്നെ ഞാൻ വീണ്ടും, അന്നേരം പൊട്ടലുണ്ടായിരുന്നു ഈ വാരിയലിന്റെ ഭാഗത്ത്. അന്നേരം ഞാൻ വീണ്ടും പോയി എക്സ്റേ എടുത്തപ്പോഴത്തേക്കിന് അതിന് ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. ഞാനത് സാക്ഷ്യം പറഞ്ഞതാ. അത് ആണ് ഇപ്പോഴും ആ പലക അവിടെ തന്നെ ഇരിപ്പുണ്ട്. അന്നേരം എന്റെ വീട് പണി പെൻഡിങ്ങിലായിരുന്നു ഞാൻ ഇങ്ങനെ വീണതിന് ശേഷം. അതന്നേരം അതും എന്നെ വീട് തൊട്ടായിരുന്നു. പിന്നെ അന്നും പറഞ്ഞായിരുന്നു ഇതുപോലെ ഒരു വീട് അതിന്റെ അപ്പുറത്ത് ഇരുന്നല്ല വീട് കാണുന്നു. അങ്ങനെ കുറെ കാര്യങ്ങൾ അന്നും പറഞ്ഞായിരുന്നു. അന്നേരം ഇപ്പൊ ഹസ്ബൻഡ് വന്ന് പിന്നെ ആ വീട് പണി ഒന്നുകൂടെ ഇത് മെയിൻ്റെനൻസ് ചെയ്ത് അത് മൊത്തം കംപ്ലീറ്റ് പിന്നെ തേച്ച് എല്ലാം ഇട്ടേക്കുവാണ്. പക്ഷെ ഇനിയിപ്പം സാമ്പത്തികമായിട്ട് കുറച്ച് ഇതില് ഇരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇപ്പം പണി നടക്കാത്തത്. എനിക്ക് ടൈലും പിന്നെ ഇനിയും കതവും ജനലും ഇട്ടാൽ മതി. അതിന് വേണ്ടിയുള്ള ഈ തടിയാണ് ഇവിടെ പലക വെച്ചേക്കുന്നത് റൂമിൽ. സിസ്റ്റർ ഏറ്റെടുത്തു. സിസ്റ്റർ മറ്റേ കവറിന്റെ കാര്യം പറഞ്ഞത്, കവറിൽ വന്നത് വണ്ടിയിരുന്നു. ഞാൻ അതിനു വേണ്ടി അന്നേരം പൈസയുടെ ഇത് വെച്ച് ലോണിന് അതായത് സിസ്റ്ററുടെ കാര്യമാണ് പറഞ്ഞത്. ഓട്ടോറിക്ഷ വന്ന് ഇറങ്ങിയതും ഈ കൂടും പിടിച്ചുകൊണ്ട് വരുന്നതും പറഞ്ഞു. ഈ തടിയുടെ കാര്യം പറഞ്ഞപ്പം പറഞ്ഞു ഒരു കവറും പിടിച്ച് ഒരു സഹോദരി ഇങ്ങനെ 7 മാസത്തിന് മുമ്പ്. ഓക്കെ, സിസ്റ്ററുടെ കാര്യം പറഞ്ഞേക്കുന്നത്. അത് ഏറ്റെടുത്തോണം. കർത്താവ് ഇന്നത് സാക്ഷ്യമാക്കി മാറ്റി. സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ രോഗക്കിടക്കേ കിടക്കുമായിരുന്നു, പൊട്ടലുണ്ടായിരുന്നു. നമ്മൾ കേട്ടതാണ് ആ സാക്ഷ്യം. പക്ഷെ ആ പൊട്ടലോടെ കിടന്ന ആളാണ്. പക്ഷെ യേശു തൊട്ടു, എണീറ്റ് നടന്നു, സൗഖ്യമായി. എക്സ്റേ എടുത്തപ്പോഴേക്കും ഒരു പൊട്ടൽ പോലും അവിടെ ഇല്ലാതെ വണ്ണം കർത്താവ് പൂർണ്ണ സൗഖ്യം കൊടുത്തതാണ്. സിസ്റ്ററെ, കർത്താവ് വീണ്ടും ഇടപെട്ടിരിക്കുകയാണ്. പ്രാർത്ഥിച്ചോണം, ഏറ്റെടുത്തോണം. വലിയ സാക്ഷ്യമാക്കി കർത്താവ് പിന്നെയും തീർക്കും യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. രണ്ട് കണ്ണാടി ഇരിക്കുന്ന കാര്യം പറഞ്ഞു ബ്രദർ, അത് ഞാനും സ്വീകരിക്കണം ബ്രദർ. ഏറ്റെടുത്തു സിസ്റ്ററെ, കർത്താവ് അത് സാക്ഷ്യമാക്കി മാറ്റും കേട്ടോ. ഹലോ മറ്റാരും പറഞ്ഞു. കേൾക്കാൻ തുടങ്ങിയിട്ട് അപ്പം ഞാനൊരു അഡോപ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പൊ ഒത്തിരി പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ വരുമായിരുന്നു. അപ്പൊ ഞാനെന്നും ബൈബിൾ വായിക്കും, വചനം പറഞ്ഞൊക്കെ കിടക്കുന്നു. അപ്പൊ എന്ത് പ്രശ്നം വന്നാലും അതിനൊക്കെ തരണം ചെയ്ത് ഞാൻ പോകും മുമ്പോട്ട്. അപ്പൊ എനിക്ക് ഈ വചനത്തിന്റെ ശക്തി ഇത്രയുണ്ടെന്ന് അന്നൊന്നും അറിയില്ലായിരുന്നു. അപ്പൊ ഈ ബ്രദർ പറയാൻ തുടങ്ങി ഉണ്ടെന്നറിയാം, പക്ഷെ ഇത്ര ആഴമായിട്ടുണ്ടെന്ന് ഞാൻ ഇപ്പോഴും മനസ്സിലാക്കാൻ തുടങ്ങുന്നു ബ്രദറിന് ഇതിൽ കയറാൻ തുടങ്ങിയ പിന്നെ. അപ്പൊ എല്ലാരും ചോദിക്കും നീ എങ്ങനെ ഇതിങ്ങനെ ചെയ്തോണ്ട് പോകുമെന്ന്. അപ്പൊ എനിക്കറിയില്ല, എന്റെ കൂടെ ദൈവം ഉണ്ട്, അത് കാരണം ചെയ്യുന്നതെന്ന്. എല്ലാ നാട്ടുകാരും മുഴുവനും എനിക്കെതിര് നിന്നാലും എനിക്കൊരു പ്രശ്നവും തോന്നത്തില്ല, എനിക്കൊരു ഭയവും ഇല്ല. അതെല്ലാം അങ്ങ് ചെയ്തോണ്ട് പോകുമായിരുന്നു. അപ്പൊ എല്ലാവർക്കും ഒരു അത്ഭുതം, ആരെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത പണി നീ എങ്ങനെ ചെയ്യുന്നെന്ന്. അപ്പോഴാണ് അതിന്റെ ഈ വചനം കേൾക്കാൻ തുടങ്ങിയ പിന്നെ ഒത്തിരി എനിക്ക് ശക്തിയും കിട്ടി. അപ്പം ആ വചനം ഇത്രയും ബലമുള്ളതാണെന്ന് ഇപ്പൊ ഞാൻ എല്ലാരോടും പറയും. നിങ്ങൾ എന്തു വന്നാലും വചനം മാത്രം പറഞ്ഞാൽ മതി, ബാക്കിയെല്ലാം നടത്തുന്നു. അത് തീർച്ചയായിട്ടും പ്രിയ സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ കർത്താവ് അത് വലിയൊരു സാക്ഷി തന്നെയാണ്.
അപ്പം നമുക്ക് നേരിട്ട് കാണാം, കോട്ടയത്തോ കൊല്ലത്തോ എവിടെയാന്ന് വെച്ചാൽ നേരിട്ട് കാണാം. നമുക്ക് നേരിട്ട് ആ ഒരു ദൈവപ്രവൃത്തി അനുഭവിച്ചു. പറഞ്ഞ പോലെ തന്നെ ഇപ്പോഴാണ് മനസ്സിലായത് വചനത്തിൻ്റെ ശക്തി ഇത്രത്തോളം നമ്മളെ എക്സ്ട്രാ നമുക്കൊരു കാലിബർ തരുന്ന, നമ്മളെ ബലപ്പെടുത്തുന്ന സ്ട്രെങ്ത് തരുന്നതാണ് വചനം. നമുക്കൊരു പ്രതിസന്ധി വരുമ്പോഴാണ് നമുക്ക് ശരിക്കും മനസ്സിലാകുന്നത്, നമ്മളെ ശക്തീകരിക്കുന്നതാണ് കർത്താവിൻ്റെ വചനം. അതുപോലെ സിസ്റ്ററുടെ ജീവിതത്തിൽ കർത്താവ് ബലം കൊടുത്തതിന് നന്ദി പറയുന്നു. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. അനേകരോട് പറയണം, അനേകരെ ബലപ്പെടുത്തണം. ലോകത്തിൽ യേശു ക്രിസ്തുവിൻ്റെ സാക്ഷിയായി ഞാൻ തീരുമെന്ന് പറയണം കേട്ടോ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ അതുകൊണ്ട് വേഗത്തിൽ പറഞ്ഞാട്ടെ, പെട്ടെന്ന് പറഞ്ഞാട്ടെ. പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ സമയം കൊടുക്കണം എന്ന് ബ്രദർ 2-3 പ്രാവശ്യം പലയിടത്തും പറഞ്ഞ് ഞാൻ കേട്ട്. അതൊന്ന് നല്ലതായിട്ട് വ്യക്തമാക്കി തരണം. എനിക്ക് PG വർഗീസ് ബ്രദർ ഇപ്പൊ പറഞ്ഞു തന്ന് അതെനിക്ക് വളരെ ഉപകാരമായി. എന്നാൽ അത് എന്നെ പോലെ ഒരുപാട് പേര് അത് അറിഞ്ഞിരിക്കണം, നല്ലതാണെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും സിസ്റ്റർ, ഞാനത് പറഞ്ഞു തരാം കേട്ടോ. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി നമ്മൾ അനുവദിക്കുക. എനിക്ക് പറഞ്ഞ PG വർഗീസ് അങ്കിൾ പറഞ്ഞത് തന്നെ ഏറ്റവും നല്ല എക്സ്പ്ലനേഷൻ തന്നെയാണ്. നമ്മൾ കർത്താവിൻ്റെ വചനം പറയുമ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവിനെ അനുസരിക്കുക. അതാണ് പറഞ്ഞത്, നമ്മൾ ദൈവത്തിൻ്റെ വാക്ക് കേൾക്കുമ്പോൾ, യഹോവയുടെ വാക്ക് കേൾക്കുമ്പോൾ നമ്മൾ ദൈവത്തെ ശ്രദ്ധിക്കുകയാണ്, അക്സെപ്റ്റ് ചെയ്യുകയാണ്, അംഗീകരിക്കുകയാണ്. അതിലൂടെ നമ്മൾ പരിശുദ്ധാത്മാവിനെ നമ്മൾ അംഗീകരിക്കുകയും പരിശുദ്ധാത്മാവിനെ അനുവദിക്കുകയും ചെയ്യുകയാണ്. കർത്താവ് അങ്ങനെയാണ് നമ്മളിലേക്ക് പ്രവർത്തിക്കുന്നത് കേട്ടോ. ഗോഡ് ബ്ലെസ് യു. അത് നമ്മൾ അടുത്ത ദിവസം ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് കേട്ടോ, വചനത്തിലൂടെ തന്നെ പറയാം. മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോ. ഹലോ എനിക്ക് പറയാണ്ട് അത് കഴിഞ്ഞ ചൊവ്വാഴ്ച ബ്രദർ പറഞ്ഞിരുന്നു, ഒരു തോമസ് വന്ന് വീട്ടിൽ കയറുന്നത് ഇറങ്ങണത് എന്ന് പറഞ്ഞു. മെറ്റില് കുമ്പാരം കൂട്ടിട്ട് ഒരു വീടിന്റെ മുൻപില്. അത് ഞാൻ എന്റെ വീടാണ്. എനിക്ക് ഈ നെറ്റ് പ്രശ്നമുള്ള എനിക്ക് സൂമിൽ കയറാൻ പറ്റുന്നില്ല, വിട്ട് ഇരിക്കുക. അപ്പൊ അത് കാരണം കുറെ പ്രാവശ്യമായിട്ട് കയറാൻ പറ്റില്ല. കയറുമ്പോ ഞാൻ ഇറങ്ങി പോവാ. ഈ തോമസ് ഏട്ടൻ ഞാൻ മുൻപ് ഇവിടെ വന്നിട്ടുണ്ട്, ഒക്ടോബറിലാണ് വന്നത്. വന്ന് ബ്രദർ പറഞ്ഞ പോലെ എല്ലാം നടന്നിട്ടുണ്ട്. മെറ്റില് കൊനാരുണ്ട്, അത് അവരുടെ മെറ്റിലാണ്, ഞങ്ങളുടെ വീടിന്റെ മുമ്പിൽ ഇട്ടിരിക്കുന്നതാണ്. ഈ തോമസ് ഏട്ടൻ വന്നിട്ടുണ്ട്, പോയിട്ടുണ്ട്, ഇവിടെ കിടന്ന് നടന്നിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ട്. പക്ഷെ ഇനി എപ്പോഴാ വരാതെ ഞങ്ങൾക്ക്. പക്ഷെ ഇപ്പൊ അവരെ മോൻ വിളിച്ച് പറഞ്ഞിരിക്കണു ആള് ഏപ്രിലിൽ വീണ്ടും വരുന്നുണ്ടെന്ന്. ഈ തോമസ് ഏട്ടനെ ദൈവം അനുഗ്രഹിച്ചിട്ട് ഞങ്ങൾക്ക് നന്മയ്ക്ക വരണേന്നാണ് ബ്രദർ പറഞ്ഞത്. ഇപ്പൊ തീർച്ചയായിട്ടും അതെ. അതായത് സെപ്റ്റംബർ മാസമാണ് ഇദ്ദേഹം വന്നതല്ലേ സിസ്റ്റർ? എന്നാ ഈ ആലോചന കേട്ടത്? കഴിഞ്ഞ ചൊവ്വാഴ്ച. അതായത് ഇത് സിസ്റ്റർ പറഞ്ഞ സാക്ഷ്യം വലുതാണ്. സെപ്റ്റംബർ മാസത്തിലാണ് ഇദ്ദേഹം. അപ്പൊ തോമസ് എന്ന് പറയുന്ന ഒരാള് ഒരു ഭവനത്തിൽ വരികയും ഒക്ടോബറിലാണ് വന്ന് പോയിട്ടുള്ളത് അവിടെ. അതെ. അപ്പൊ സിസ്റ്റർ പറഞ്ഞ ചൊവ്വാഴ്ച പറയുന്നത്. അപ്പം ആ സമയത്ത് ഇദ്ദേഹം രണ്ടാമത് വരാനുള്ള പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു അല്ലേ? ഇത് കേൾക്കുന്ന സമയത്ത് ഇല്ലായിരുന്നു. ഇപ്പൊ അവര് പറയുന്നത് ഏപ്രിൽ വരുന്നുണ്ടെന്ന് വീണ്ടും. സ്വത്രം. അത് വലിയൊരു സാക്ഷ്യമാണ് പ്രിയ സിസ്റ്റർ പറഞ്ഞേക്കുന്നത്. കാരണം വെച്ചാൽ ദൈവാത്മാവ് ഇടപെട്ടതാണ്. ഒരു ഭവനത്തെ കർത്താവ് കാണിച്ചിട്ട് പറഞ്ഞു, ആ ഭവനത്തിൽ തോമസ് എന്ന് പറയുന്ന വ്യക്തി കയറുകയും വരികയും നടക്കുകയൊക്കെ ചെയ്യുന്നത് കാണിക്കുന്ന ഒരു മെറ്റിൽ കൂമ്പാരം അവിടെയുണ്ട്. വീണ്ടും ആ വ്യക്തിയെ കർത്താവ് ഭവനത്തിലേക്ക് അയക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് സിസ്റ്റർ പറഞ്ഞത് ആ വ്യക്തി അങ്ങനെ വരാൻ സാധ്യതയില്ലായിരുന്നു. ഈ കഴിഞ്ഞ ദിവസം ആലോചന കേട്ടതിൻ്റെ പിറ്റേ ദിവസം ആ മക്കൾ വിളിച്ചു പറഞ്ഞു വീണ്ടും അദ്ദേഹം അങ്ങോട്ട് വരുന്നുണ്ടെന്ന്. ആലോചിച്ച് നോക്കി. അപ്പോൾ കർത്താവ് വരാൻ പോകുന്ന കാര്യത്തെയും നടന്ന കാര്യത്തെയും, അതായത് കഴിഞ്ഞു പോയ കാലത്തെ നടന്ന കാര്യത്തെയും കർത്താവ് വെളിപ്പെടുത്തി. ഫ്യൂച്ചറിൽ, അതായത് അങ്ങനെ ഒരു പ്ലാൻ ആ സമയത്തില്ല, പക്ഷേ അങ്ങനെ ഒരു പ്ലാൻ നടക്കാൻ പോകുന്നു എന്നുള്ളത് ഇന്നലെ കഴിഞ്ഞ ദിവസം അറിഞ്ഞത്. പക്ഷേ അതിന് മുമ്പേ ദൈവാത്മ വെളിപ്പെടുത്തി ആ വ്യക്തി ഒരു നന്മയാക്കി ഭവനത്തിലോട്ട് കൊണ്ടുവരാൻ വേണം. അപ്പോൾ ഈ ദിവസങ്ങളിൽ ഈ പ്രാവശ്യത്തെ വരവ് സിസ്റ്ററെ ഒരു നന്മയുടെ വരവാണ്. ചിലപ്പോൾ ഒരു വാക്കായിരിക്കാം, ഒരു പ്രവൃത്തിയായിരിക്കാം, എന്തോ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പോവാണ്. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോണം. കർത്താവ് അത് വലിയ സാക്ഷ്യമാക്കി മാറ്റാൻ ഇടയായിത്തീരും. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യുവാൻ ഇടയായിത്തീരും. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ ഇന്ന് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. അപ്പം ഈ സൂമിലും ലൈവിലും ഒക്കെ കാണുന്നതോടെ ഞാൻ എക്സ്ട്രാ പറയുകയാണ്, നിങ്ങൾ നമ്മുടെ ലിസ്റ്റിൻ്റെ അകത്തില്ലാത്തവരാണ് പലപ്പോഴും. ഞാൻ അതുകൊണ്ട് നിങ്ങളെ അഡ്രസ്സ് ചെയ്യുകയാണ് കർത്താവിൻ്റെ നാമത്തിൽ. ഞാൻ പിന്നെ നമ്മുടെ യൂട്യൂബിലൊക്കെ സൂമിൽ കാണുന്നവർ കഴിവതും യൂട്യൂബിലൊക്കെ മിക്ക ആൾക്കാരും അവർ പ്രാർത്ഥനാ സഹായം ചോദിക്കുന്നുണ്ട്. കഴിവതും നിങ്ങൾ തന്നെ അവർക്ക് വേണ്ടിയൊക്കെ ഒന്ന് പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് ബ്രദർ വന്ന് പ്രാർത്ഥിക്കാൻ നോക്കി നിൽക്കണം. നിങ്ങൾ റിപ്ലൈ കൊടുത്തോണം. ചിലർ ലിങ്ക് ചോദിക്കുന്നത് ഞാൻ കഴിഞ്ഞ ദിവസമാണ് കണ്ടത്. ചിലർ ടെസ്റ്റ് മണിയുടെ എൻ്റെ കാര്യമാണ് കർത്താവ് വെളിപ്പെടുത്തിയെന്ന് പറയുമ്പോഴേക്കും നിങ്ങൾ അവർക്ക് സൂം ലിങ്ക് അയച്ചു കൊടുക്കുക. അവർക്ക് ചിലപ്പോൾ അറിയത്തില്ല, ചിലപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആയിരിക്കും. നമുക്ക് ഈ യൂട്യൂബിൽ പ്രത്യേകിച്ച് നിങ്ങൾ വന്ന പലർക്കും അറിയാം, നിങ്ങൾ എപ്പോഴോ സ്ക്രോൾ ചെയ്ത് പോയപ്പം മിന്നായം പോലെ എന്തോ ഹെഡിങ് കണ്ട് കയറി വന്നവരാണ്. അപ്പോൾ അങ്ങനെ കേട്ടവരായിരിക്കും, അവർക്ക് ചിലപ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല. അപ്പോൾ നിങ്ങൾ കഴിവതും അവർക്ക് പ്രയർ ലിങ്ക്, ആരുടെയും പേഴ്സണൽ ഫോൺ നമ്പർ ഒന്നും അയച്ചു കൊടുത്തേക്കരുത്.
പിന്നീട് അതിന് ഉത്തരവാദിത്വമൊന്നുമില്ല. നിങ്ങൾ ആരുടെയും പേഴ്സണൽ നമ്പർ അയച്ചു കൊടുക്കേണ്ട. നിങ്ങൾ ഈ പ്രയർ ലിങ്ക് അവർക്ക് ഷെയർ ചെയ്യുക. അവർക്ക് വേണ്ടി കഴിവെങ്കിൽ ഒരു പ്രാർത്ഥനാ വാചകം എൻ്റെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ദൈവം ചെയ്യുമെന്ന് അവരെ ബലപ്പെടുത്തുക. അവരൊരു വിഷയം ഇടുമ്പോൾ നിങ്ങൾ അതിന് വേറെ ആരും മറുപടി കൊടുക്കാൻ കാത്തിരിക്കണം. നിങ്ങൾക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, ഇപ്പോൾ സഹോദരി പറഞ്ഞിട്ടില്ലേ, ആ ലിങ്ക് അയച്ചു കൊടുത്തു. 3 വർഷമായിട്ട് കൈക്ക് വേദനയായിട്ടിരുന്ന സഹോദരി സൗഖ്യമായി. അപ്പോൾ നിങ്ങളുടെ ഒരു പ്രാർത്ഥന മതി ആ വ്യക്തിയെ വിടുവിക്കാൻ. ബ്രദറിൻ്റെ പ്രാർത്ഥന മാത്രമല്ല, നിങ്ങളുടെ പ്രാർത്ഥനയും അത്ഭുതം ചെയ്യുന്നതാണ്. നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ ഞാൻ ഇന്ന് നമ്മുടെ പ്രാർത്ഥന സ്റ്റോപ്പ് ചെയ്യുകയാണ്. നാളെ നമുക്ക് പിന്നെയും ഒരുമിച്ച് കൂടാം. ഇനി ചുരുങ്ങിയ സമയങ്ങളുള്ളൂ. കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഒന്ന്, പ്രാർത്ഥനാ സ്ഥലങ്ങൾക്ക് വേണ്ടി പ്രത്യേകം കൊല്ലം, എറണാകുളം, കോട്ടയം, ദൈവം അനുവദിച്ചാൽ ചിലപ്പോഴാണെങ്കിൽ നമ്മൾ ഒരു കാര്യം ഇവിടെ ക്രമീകരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. പിന്നീട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കിടക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട 2-3 കാര്യങ്ങൾ. നമ്മുടെ നടക്കാൻ പോകുന്ന പ്രാർത്ഥനയിൽ അനേക തകർന്ന ആ ഒരു പട്ടണമുണ്ടല്ലോ, കൊല്ലം, എറണാകുളം, കോട്ടയം, അവിടുത്തെ ഭവനങ്ങൾ അനുഗ്രഹിക്കപ്പെടണം. അവിടെയുള്ള സകല പിശാചിൻ്റെ പ്രവൃത്തികളും വലിയ സാക്ഷ്യങ്ങൾ കർത്താവ് ചെയ്യണം. ബന്ധനങ്ങൾ പൊട്ടണം. പ്രത്യേകിച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വഴി യാത്രയിലൊക്കെ നിങ്ങൾ പ്രാർത്ഥിക്കണം. മുന്നോട്ട് തിരിച്ചു വരുന്ന സമയങ്ങളെല്ലാം പ്രാർത്ഥന നിങ്ങൾ ഓർക്കണം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റുപറയാം. മൈക്കുകളൊക്കെ മ്യൂട്ട് ചെയ്ത് നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത്